ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരുമാറാകട്ടെ. അയാള് വയറിൽ ചെറിയൊരു വേദനയോട് പൊണ്ണുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിലെന്നെ കുറിച്ചിട്ട് അല്ലാഹു തആല മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ലോകത്തിനും അല്ലാഹു ആജിലായ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാമിലായ ശിഫാ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പെണ്ണുങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു തആലയുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റട്ടെ. രോഗം ശിഫയാവാൻ ഒരാൾ 313 രൂപ. അതെ, ഇത് നേർച്ചയാക്കിയിട്ട് രോഗത്തിന് ശിഫാ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളുടെ കാവലും അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് രോഗത്തിന് ശിഫാ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആജിലായി പൂർണ്ണമായി ഇതിന്റെ എല്ലാ അഹറും അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് വലിയ ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ആമിയാക്കളും കാമിലായ ശിഫാ അല്ലാഹു കൊടുക്കട്ടെ. ഒരിക്കലും മടങ്ങി വരാത്ത രൂപത്തിലേക്ക് അല്ലാഹു തആല രോഗത്തിനെ മാറ്റി കൊടുക്കുമാറാകട്ടെ. സാധാരണ അതവ് എന്ന് പറയുന്നതാണ്. ഒരു മല്ല പറയുന്ന മല്ല എന്ന് പറയുന്നത് പറയലേ ആ മ്യാക്ക് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പൊതുവ് വാങ്ങിപ്പോകും. തെങ്ങിന്റെ മുതൽ തന്നെ പറ അങ്ങനെ അത് അതവ്. സാധാരണ സൗണ്ടിൽ ഒരു ആമി സാധാരണ എല്ലാവരും ആക്കുമ്പോൾ ആമിയാക്കണം. അങ്ങനെ സലാം പറഞ്ഞാലും മടക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? അബ്ശുസ്സലാമ ബൈനക്കും. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമ വരുത്തണം. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തും രക്ഷയും കാരുണ്യവും എല്ലാം കിട്ടുന്നപ്പോഴാണ് സലാം പറഞ്ഞാൽ. സലാം പറയൽ സുന്നത്താണ്. മടക്കൽ എന്താണ്? സലാം മടക്കല് സുന്നത്ത്. സലാം മടക്കൽ സുന്നത്താ? നിർബന്ധം. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധം. മടക്കുന്നത് ആ മട്ടത്തിൽ നല്ല റാഹത്താണ് കേൾക്കുന്നത്. ഞാനിപ്പോ ബൊബ്ബയിടില്ല സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ സലാം പറക്കുന്നത്? അതാണ് അത്. ആമിയാക്കും ദുആ ചെയ്യും. ആമിയാക്കണ്ട എങ്ങനെ? അത് അതബ്. അല്ലാഹു തആല നല്ല മക്കളായിരിക്കും. ശരിയല്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസിലൂടെ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് മരവിപ്പ് സംഭവിക്കുകയും അവന്റെ ഹൃദയത്തിൽ മറവി സംഭവിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, അവൻ 5 കാര്യങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്നു, 5 കാര്യങ്ങളെ അവൻ മറന്നു പോവുകയും ചെയ്യുന്നു. 5 കാര്യങ്ങളെ അവൻ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങളെ അവൻ ചെയ്യുന്നു, മറന്നു പോവുകയും ചെയ്യുന്നു. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. 5 കാര്യങ്ങൾ ഒരാൾ മറന്നു പോവുകയും 5 കാര്യങ്ങളെ ഒരാൾ അവിടുന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. യുഹിബ്ബൂനൽ ഖംസ വയൻസൂനൽ ഖംസ. 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു, 5 കാര്യങ്ങളെ മറന്നു പോകുന്നു. ഏതാണ് 5 കാര്യങ്ങൾ?
എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള വിഷയമാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. നബി തങ്ങൾ പറയാണ് യുഹിബ്ബൂനൽ മാല, മുതലുണ്ടാക്കണമെന്ന് നല്ലോണം ഇഷ്ടപ്പെടും. പണം 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 എന്ന ചിന്ത എല്ലാ സമയത്തും മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമായി കൊണ്ടിരിക്കും. പണമുണ്ടാക്കണം, അത് എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ആരെ തട്ടിപ്പാക്കിയിട്ടാണെങ്കിലും ശരി, ആരോട് കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ശരി, പണം ഉണ്ടായാൽ മതി, പൈസ കിട്ടണം. ഇതാണ് ചിന്ത. ഈ ചിന്തയിലൂടെ എന്ത് കളവ് പറഞ്ഞാലും, എന്ത് ചതി നടത്തിയാലും, എന്ത് വേണ്ടാത്തത് ചെയ്താലും ശരി, പണം ഉണ്ടാക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രം. മാല പണത്തിനെ ഇഷ്ടപ്പെടുകയാണ്. ഹിസാബ്, നാളെ സർവശക്തനായ സർവജ്ഞനായ പടച്ചറപ്പിന്റെ കോടതിയിൽ ഈ ഉണ്ടാക്കിയ പണത്തിന്റെ മുതലിന്റെ കൂമ്പാരങ്ങളെ കുറിച്ചിട്ട് സർവശക്തനായ പടച്ചതമ്പുരാനെ ഹിസാബ് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. എന്ന ഹിസാബിനെ കുറിച്ചിട്ട് ജനങ്ങൾ മറന്നു പോകുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീന പട്ടണത്തിലേക്ക് പോയി. മദീന പട്ടണത്തിലേക്ക് ഇങ്ങനെ മുത്തുനബി തങ്ങളുടെ വീട്ടിൽ പോയി. ആ പോകുമ്പോ മദീന ചന്തയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചന്ത കച്ചവടം നടത്തുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ പലതും അവിടുന്ന് കച്ചവടം നടത്തുന്നുണ്ട്. ഒരാള് അവിടുന്ന് ഗോതമ്പ് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുക്കിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. പോയിട്ട് നോക്കുമ്പോ നല്ല ഗോതമ്പാണ്. കച്ചവടം ചെയ്യുന്നവർ ചിന്തിക്കാനും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയ വിഷയം പറയുന്നത്. നല്ല ഗോതമ്പാണ്, മുകളിൽ നല്ല അടിപൊളി ഗോതമ്പാ, നല്ല ഉഷാറ, നല്ല ഉണങ്ങിയ നല്ല ഗോതമ്പ്. ഈ ഗോതമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ ഇങ്ങനെ വാരിയെടുത്തു. നല്ല ഗോതമ്പാണ്. എന്നിട്ട് നബി തങ്ങൾ ആ ചാക്കിന്റെ അടിയിലേക്ക് അങ്ങ് കൈ താഴ്ത്തി. ചാക്കിന്റെ അടിയിലേക്ക്, അകത്തേക്ക്, ഉള്ളിലേക്ക് ഇങ്ങനെ കൈ താഴ്ത്തിയിട്ട് അടിയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് അങ്ങ് എടുത്തു നോക്കിയപ്പോൾ അടിയിലുള്ള ഗോതമ്പ് നനഞ്ഞിട്ടുണ്ട്. പഴകിയ ഗോതമ്പാണ്, പഴയ ഗോതമ്പാണ് അടിയിൽ, അവിടുന്ന് ചാക്കിനടിയിൽ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ നല്ല ഗോതമ്പ് മുകളിൽ വെച്ചിട്ട് പ്രദർശിപ്പിച്ചിട്ട് നിങ്ങൾ മോശമായ ഗോതമ്പ് കൊടുത്തിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണോ, ചതിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ചതി നടത്തുകയാണോ? നല്ല ഗോതമ്പ് നിങ്ങൾ മുകളിൽ വെച്ചിട്ട് അടിയിൽ അവിടുന്ന് നനഞ്ഞ ഗോതമ്പ് ഇട്ടിട്ട് നിങ്ങൾ അവിടുന്ന് ജനങ്ങളെ, കച്ചവടക്കാരെ നിങ്ങൾ വഞ്ചിക്കുകയാണോ? ഇത് കണ്ടിട്ടില്ലേ? എല്ലാരെ കുറിച്ചല്ലോ. ചില ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ടാവും. നല്ല ആപ്പിള്, പൊന്ന് പോലത്തെ ആപ്പിള്, കണ്ടം കാലമായി പോകും അല്ലെ? നല്ല ആപ്പിളാണ്. ഈ ആപ്പിള് ഡിസ്പ്ലേ ആയിട്ട് നല്ല അടിപൊളി ആപ്പിൾ ഇങ്ങനെ വെച്ചിട്ട് പ്രദർശിപ്പിക്കുന്ന ജനങ്ങളെ കാണുമ്പോ നല്ല ആപ്പിളാണ്, നല്ല ഫ്രൂട്ട്സ് ആണ്. എന്നിട്ട് അത് കണ്ടിട്ട് ഇവർ വാങ്ങുന്നു. കൊടുക്കുമ്പോഴാ പരക്ക് കൊണ്ട് ഇത് 5 വെങ്ങിന് 4 പൂതുണ്ട്, 1 മാത്രം തരും. ചീന ആപ്പിള്, വെളുക്കായ ആപ്പിള്, പച്ചക്കറികൾ കൊടുക്കുമ്പോ ചതിയാണ്, ഹറാമാണ്. ആ പണം ഹറാമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. കച്ചവടത്തിൽ കുറച്ച് ചിലപ്പോ കുറച്ചെന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും, ലാഭവും നഷ്ടവും ഒക്കെ കച്ചവടത്തിൽ സ്വാഭാവികമാണ്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മരക്കച്ചവടം നടത്തിയ ഒരു സംഭവം, മരത്തിന്റെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയ സംഭവം മഹാനായ അസം മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ കാണുന്നുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരിക്കൽ ഒരു മരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മരം മുറിച്ചു വെച്ചിട്ടുള്ള മരങ്ങളെല്ലാം അവിടെയുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കച്ചവടത്തിന് വന്ന ആളുകൾക്ക് ചില മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അത്രേ മഹാനവർകൾ, ഈ മരത്തിന്റെ അകത്ത് ചെറിയ കേട് സംഭവിച്ചിട്ടുണ്ട്, കറുപ്പുണ്ട്, ഇത് ചെറിയ കേടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പുറത്തെ മരത്തിനെ കാണിച്ചിട്ട് പറയുന്നത്, ഈ മരത്തിന് മറ്റേ എന്തുണ്ട്, ചില്ല സംഭവിച്ചിട്ടുണ്ട്, ചെറിയ പൊട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഓരോ മരത്തിന്റെ കുറവുകളും ഇങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ മരത്തിന്റെ കുറവുകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കച്ചവടം ചെയ്തു. നമ്മളങ്ങനെ
നമ്മളോ അതിന് മാച്ചായ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കാൽക്കിട്ടാ പോയിട്ടെല്ലാം ശരിയാക്കിയിട്ട് വരുമ്പോ ഓട്ട അടച്ചിട്ട് കൊടുക്കും. ഓരോ വലിക്ക് വെക്കണ്ടാവും, വലിയ ഓട്ട ഓ എല്ലാം പോയി. ഇനി വാങ്ങിയിട്ട് അവന് വന്നിട്ട് പറഞ്ഞാലോ കച്ചവടാക്കിയതിന് ശേഷം തീർന്നു വിഷയം. ഇങ്ങനെ ചതിപ്രയോഗം നടത്തുന്നവർ, നമുക്ക് അറിഞ്ഞത് മോശമാണ് എന്ന് അറിഞ്ഞാൽ അതിന്റെ മോശത്തരം, അതിനുള്ള കുറവുകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തിട്ട് കച്ചവടം ചെയ്യണം. ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത്. നല്ല ഉദഹിയത്തിന്റെ സമയത്ത്, നല്ല സീസൺ വരുന്ന സമയത്ത് മോരിയും പോത്തും ഒക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല കൊഴുപ്പുള്ള മോരികളെയൊക്കെ കാണിച്ച് വീഡിയോ ഇട്ട് ആ സമയത്ത് ഇഞ്ചക്ഷനും മറ്റും കുത്തിവെച്ചിട്ട് നല്ല വിയർപ്പിച്ചിട്ട് നല്ല തടി വെപ്പിച്ചിട്ട് പോത്തിനെ കച്ചവടം ചെയ്യാം. തൂക്കം കൂട്ടാൻ വേണ്ടിയിട്ട് പോത്തിന്റെ പല മരുന്നുകളും കുത്തിവെക്കുന്ന കച്ചവടക്കാർ, ഹറാമായ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, കടുത്ത ഹറാമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അവിടുന്ന് മറുപടി പറയേണ്ടി വരും. അല്ലാഹു ചോദിക്കും, അല്ലാഹു ചോദിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. വിശുദ്ധമായ ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം 4 കാര്യങ്ങളെ കുറിച്ചിട്ട്. നിന്റെ കാല് വെച്ച കാല് നാളെ മഹ്ശർ ലോകത്ത് നിന്ന് അനക്കാൻ പറ്റൂല. ഏത് മഹ്ശറയാണ്? ചെമ്പിന്റെ തറയിൽ, തിളക്കുന്ന ചെമ്പിന്റെ തറയിലാ നിൽക്കുന്നത്. മഹാന്മാര് പറയുന്നു, ഒരു സുർമക്കോലിന്റെ അത്രയും മീതെ, ഒരു സുർമക്കോലിന്റെ അത്രയും താഴെ. ചില ഹദീസുകളിൽ മഹാന്മാര് പറയുന്നു, കൈ ഇങ്ങനെ പൊക്കിയാൽ സൂര്യനിലേക്ക് കൈ അങ്ങ് തട്ടിപ്പോകും, കൊണ്ടുപോകും, സൂര്യനിലേക്ക് മുട്ടിപ്പോകും. അത്രയും താഴെ സൂര്യൻ ഉദിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ ചൂടൊന്നും ഉണ്ടാവില്ല സൂര്യൻ. അപ്പൊ ചെറിയ ചൂടായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ചെറിയ ചൂടായിട്ടുണ്ടാവും. അത് അടുത്തല്ല. ഇന്ന് കുറെ എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ് സൂര്യൻ ഉദിക്കുന്നത്. അതിന്റെ ചൂട്, അതിന്റെ താപം നമുക്ക് ഇന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ചൂട് നമുക്ക് ഇന്ന് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നാളെ മനുഷ്യർ ലോകത്ത് ഈ സൂര്യൻ ഉദിക്കുമ്പോ അതേ ചൂടുണ്ട്. ഒരു കുറവില്ല സൂര്യന്റെ ചൂടിന്. ഒരു മാസത്തിന്, കനത്തിന്, മറ്റൊരു വിഷയത്തിലും സൂര്യന് അതേ പവറുണ്ട്. നാളെ മനുഷ്യർ ലോകത്ത് മനുഷ്യന്മാരെല്ലാം വിയർപ്പിലും മുങ്ങിക്കൊളിക്കും. മഹതിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുന്ന് മുത്തുനബി മഹ്ശറയെ കുറിച്ച് വിശദീകരിച്ചു. ആയിഷ ഉമ്മാക്ക്, ചെമ്പിന്റെ തറയിൽ ജനങ്ങൾ ഒരു നൂൽ വസ്ത്രം പോലും ധരിക്കാതെ ഒരു ഉമ്മയുടെ പള്ളയിൽ നിന്ന് എങ്ങനെയാണോ ദുനിയാവിലേക്ക് പ്രസവിച്ച് വീണത്, അതുപോലെ നാളെ മഹ്ശർ ലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടും. ആയിഷ, അന്ന് ഈ രാജ്യം ഭരിച്ചവരുണ്ട്, കൊലപതിയുണ്ട്. അന്ന് വലിയ വലിയ കോൺക്രീറ്റ് ശീലങ്ങൾ കെട്ടിപ്പൊക്കിയ നേതാക്കളുണ്ട്. അന്ന് പള്ളി ഭരിച്ചവരുണ്ട്, നാട് ഭരിച്ചവരുണ്ട്, രാജ്യം ഭരിച്ചവരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അതിനു മുമ്പുള്ള മേലെയുള്ള എല്ലാവരും നാളെ മഹ്ശർ ലോകത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും. ആയിഷ, അന്ന് എല്ലാവരും ഒരുപോലെയാ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഒരേ രൂപത്തിൽ, ഒരേ തറയിലാ നാളെ ഒരുമിച്ച് കൂടുന്നത്. ആ മഹ്ശർ ലോകത്ത് ആ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആദ്യമായി കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ആയിഷ, മഹ്ശറിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ്. എന്താ അനൗൺസ്മെന്റ്? സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഇങ്ങനെ ഊതുമെന്ന് പറയുന്നില്ലേ? അതിന് ചില മഹാന്മാര് കൊടുത്തത് 3 ഊത്താണ് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത്. സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന ഊത്ത് 3 എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഊത്തോതിയാൽ, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തോതിയാൽ ഈ ലോകത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകും. ഈ ലോകം ആകെ തകിടം മറിയുമെന്നാണ് മഹാന്മാര് കിതാബുകൾ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഊത്തോതിയാൽ കൊല്ലുവൻ അലൈഹാ ഫാൽ വയബ്ഖാ റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. രണ്ടാമത്തെ ഊത്തോതുമ്പോ ആ സൂർ എന്ന് പറയുന്ന കാഹളത്തിലേക്ക് വലിച്ചു കയറ്റും. എന്താണ് സൂർ എന്ന് പറയുന്ന കാഹളം? വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, അതൊന്ന് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. എന്താണ് സൂർ എന്ന് പറയുന്ന കാഹളം? എന്താ സൂർ എന്ന് പറയുന്ന കാഹളം?
മഹാന്മാര് പറയുന്നു ഹുവൽ കർമുല്ലദീ യൻഫഹു ഫീഹി ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്ന ഒരു കൊമ്പാണ് സൂർ എന്ന് പറയുന്ന കാഹളം. എന്ന് പറഞ്ഞാല് ഒരു വളഞ്ഞ ഒരു പീപ്പിയാണ്, ഒരു കൊമ്പാണ്. ഈ കൊമ്പിൽ വായ വെച്ചിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതും. ഊതുന്ന് മാത്രമല്ല, അത് നമ്മൾക്ക് സാധാരണ സങ്കല്പിക്കുന്നത് പോലെ സാധാരണ രൂപത്തിലുള്ള ഒരു കൊമ്പാണ്. പക്ഷേ ആ കൊമ്പിന്റെ വലിപ്പവും വ്യാസവും എത്രയാണ്, അതിന് വലിയ പവറുണ്ട്. സൂർ എന്ന് പറയുന്ന കാഹളത്തിന് എത്രയോ ദ്വാരങ്ങളുണ്ട്. ഡയറക്റ്റ് ഒരൊറ്റ ഒരു ദ്വാരമല്ല സൂർ എന്ന് പറയുന്ന കാഹളത്തിനുള്ളത്. മഹാന്മാർ കിതാബില് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. സൂർ എന്ന് പറയുന്ന കാഹളത്തിന് സെൻട്രലായിട്ട് നടുവിലായിട്ട് വലിയ ഒരു ദ്വാരമുണ്ട്. പക്ഷേ ഈ സെൻട്രലിലുള്ള ദ്വാരത്തിന്റെ ചുറ്റും ഓരോ ദ്വാരങ്ങൾ, ചെറിയ 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 ഓൾസുകളുണ്ട്, ദ്വാരങ്ങളുണ്ട്, ഓട്ടങ്ങളുണ്ട്. എത്രയാണ് ഓട്ട എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല അതതി അർവാഇൽ ഖലായിഖ്. അല്ലാഹു തആല എത്ര സൃഷ്ടികളെയാണോ ഈ ദുനിയാവിൽ ഖൽഖുകളെയാണോ അല്ലാഹു തആല റൂഹുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിന്റെ കണക്കനുസരിച്ചിട്ട് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ അല്ലാഹു തആല ദ്വാരം കൊടുത്തിട്ടുണ്ട്, ഓട്ട കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ ഓൾസ് അല്ലാഹു കൊടുത്തത്? ഒന്നാമത്തെ ഊതൂതിയാൽ ലോകത്തിന്റെ അവസ്ഥകൾ മാറി. രണ്ടാമത് സൂർ എന്ന് പറയുന്ന കാഹളം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നുണ്ട്. ആ ഊത്ത് ഊതിയാൽ ജനങ്ങളെല്ലാവരും എന്തു ചെയ്യും? ഒന്നാമത്തെ ഊത്തിന്റെ പേര് തന്നെ നഫ്ഹത്തുൽ ഫസർ എന്നാണ്, ഭയപ്പെടുത്താനുള്ള ഊത്ത് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തതോ നഫ്ഹത്തുൽ സ്വൈഖ്, മരിപ്പിക്കാനുള്ള ഊത്ത്. എങ്ങനെയാ മരിപ്പിക്കുന്നത്? എല്ലാ ആളുകളുടെ റൂഹിനെയും ഈ ചുറ്റുമുള്ള ഓട്ടയിൽ ഓണസിലൂടെ വലിച്ചെടുക്കുകയാണ്. നമ്മൾ മിഷൻ വെക്കുന്ന കാർപ്പറ്റിലേക്ക് വെക്കുന്ന മിഷൻ കണ്ടിട്ട് ആ മിഷൻ കാർപ്പറ്റിലേക്ക് വെച്ചാൽ ആ കാർപ്പറ്റിലുള്ള പൊടികൾ ഇങ്ങനെ വലിച്ചെടുക്കും. അതുപോലെ സൂർ എന്ന് പറയുന്ന കാഹളത്തിലേക്ക് പുറത്തേക്കല്ല കാറ്റ് പോകുന്നത്, രണ്ടാമത്തെ ഊത്തിൽ വലിച്ചെടുക്കുകയാണ്, ഇങ്ങോട്ട് വലിക്കുകയാണ്. എല്ലാ റൂഹുകളെയും വലിച്ചിട്ട് ഈ കാഹളത്തിന്റെ അകത്തേക്ക് കയറ്റി വെക്കും. ഈ സൂർ എന്ന് പറയുന്ന കാഹളത്തിനകത്തുണ്ടാകും. മൂന്നാമത്തെ ഊത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതും. നഫ്അത്തുൽ ബഅ്സി മിനൽ ഖുബൂർ. മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോ ഈ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ അടങ്ങിക്കൂടിയിരിക്കുന്ന അർവാഹുകളിലെ ഈ അർവാഹുകൾ അതേ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകും. അതാണ് യുനാദി മുനാദി മിൻ മകാനിൻ ബഈദ്. ഏതോ സ്ഥലത്ത് നിന്ന് ആരോ വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ടാ ജനങ്ങൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുകയാണ്. ഈ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്ന റൂഹ് ആരുടെ റൂഹ് എന്നറിയുമോ? ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ തന്റെ ഉമ്മത്തുമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഊതെന്ന് പറഞ്ഞാല് പിള്ളേര് പി പി ഊത്തല്ല. ഒരു ഊത്ത് ഊതിയാല് പിന്നെ എപ്പോഴാണ് ഇസ്രാഫീൽ ഊത്തുന്നതെന്ന് അറിയോ? 40 കൊല്ലത്തെ വഴി ദൂരം ഉണ്ട്. 40 കൊല്ലത്തെ വഴി ദൂരം ഉണ്ട്. അപ്പൊ മോശമല്ലോ സാർ, ഒരിക്കൽ പേടിപ്പിച്ചിട്ട് പിന്നെ 40 കൊല്ലം ഉണ്ടല്ലോ, 40 കൊല്ലം കഴിഞ്ഞിട്ടല്ലോ, പിന്നെ മോശമില്ല. മരിക്കുന്നത് 40 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. ആ സമയത്ത് നമുക്ക് എന്തില്ല, അതുവരെ ജീവിക്കാലോ, പേടിയൊന്നുമില്ല, അപ്പൊ അതുവരെ തോന്നിവാസം കളിക്കാം എന്നല്ല. 40 കൊല്ലം ഭയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അതിക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടും. ജീവിക്കാൻ കഴിയാതെ ഒന്നും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന രൂപത്തിലേക്ക് മനുഷ്യനായി തീരുമെന്നാണ് കിതാബുൽ മഹാന്മാർ രേഖപ്പെടുത്തിയത്. ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഖിയാമത്തിന്റെ ഓരോ അലാമത്തുകളിൽ നിന്ന് കണ്ടു തുടങ്ങുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പല അലാമത്തുകളും അക്രമങ്ങൾ അധികരിച്ചു വന്നാൽ, വ്യഭിചാരങ്ങൾ അധികരിച്ചു വന്നാൽ, മോശത്തരങ്ങൾ അധികരിച്ചു വന്നാൽ, മനുഷ്യര് ഫിത്നകളും ഫസാദുകളും ലോകത്ത് നടമാടാൻ തുടങ്ങിയാൽ
നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലം ഏതാണെന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അവന് സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ജനങ്ങളെല്ലാവരും ലോകത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ഒരുമിച്ച് കൂടിയപ്പോ ആദ്യമായി അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്നറിയോ? ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നിവിടെ അധികാരമുള്ളത്? നീ പല ആളും രാജ്യം ഭരിക്കുന്നവനാണ്, അല്ലെങ്കിൽ നേതൃത്വമുള്ളവനാണ്, ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞിട്ട് പല ആളെയും നീ ഭരിച്ചിട്ടില്ലേ? പല നിയമങ്ങളും നീ പറഞ്ഞിട്ടില്ലേ? പല ഗൗരവക്കാരനായിട്ടും നീ പല ആളുടെ മുമ്പിൽ നിന്നിട്ടില്ലേ? ഞാൻ ആരാന്നറിയോ നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് നീ പല നിലക്കും പല ആളുകളെയും നീ പേടിപ്പിച്ചിട്ടില്ലേ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? ഇന്ന് ആർക്കാണ് ഇവിടെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളത്? അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ മറ്റൊരാൾക്കും ഇന്ന് അധികാരമില്ല. ആ മഹ്ശറ ലോകം, ആ മഹ്ശറ ലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവന്റെ വെച്ച പാദം കാല് അവിടെ നിന്ന് അനക്കാൻ സമ്മതിക്കൂല, എടുക്കാൻ സമ്മതിക്കൂല. 4 കാര്യങ്ങളെ കുറിച്ച് റബ്ബ് ചോദിച്ചിട്ടല്ലാതെ, 4 കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല അവിടുന്ന് ചോദിച്ചിട്ടല്ലാതെ അവന്റെ കാല് അനക്കാൻ സമ്മതിക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരു ചോദ്യം 4 പറയുന്നില്ല. അതിന് ഒന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമാ അൻഫഖ. വളരെ ഗൗരവത്തോടുകൂടെ നമ്മളെല്ലാം പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്റെ പണം അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് ചെലവഴിക്കും, ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കും. അത് ചോദിക്കാൻ ആരാ? ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ പണമല്ലേ, ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? അതിന്റെ അധികാരം ആർക്കാണുള്ളത്? ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ചില ആളുകൾ ആലോചിച്ചോ? മുത്തുനബി പറയുന്നു, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമാ അൻഫഖ. നീ എവിടുന്നാണ് ഈ പണം ഉണ്ടാക്കിയത്? എന്തിനാണ് നീ ചെലവഴിച്ചത്? 7 വഴിക്കാണ് നീ ചെലവഴിച്ചത്? അല്ലാഹു ചോദിക്കുന്ന ചോദ്യം. അടച്ചവനെ, ഞാൻ എന്റെ പണം പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, രക്ഷപ്പെടാൻ കഴിയും. നല്ലൊരു ഗോൾഡൻ ചാൻസും വന്നിട്ടുണ്ട്. മദ്രസ മോളിൽ കിട്ടുന്നുണ്ട്. ഉമ്മമാരല്ല മഞ്ഞ് കൊണ്ടിട്ട് മോളിലിരിക്കുന്നത്. അപ്പൊ അത് ഇനിയിപ്പോ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടല്ലേ, മഞ്ഞൊന്നും കൊള്ളാതെ നല്ല വാർത്ത് നല്ല ഗ്ലാസ് എല്ലാം ഇട്ട് നല്ല സെറ്റപ്പായി നല്ല ഉഷാറാക്കിയിട്ട് വിശാലമായ സ്ഥലമാക്കി തരാൻ വേണ്ടിയിട്ട് പൊയ്യിറക്കിയിട്ടുണ്ട്, മണലിറക്കിയിട്ടുണ്ട്. ഇത് ചെല്ലി വേണം, മണല് വേണം, പിന്നെയോ സിമന്റ് വേണം, മണിക്കൂലി വേണം. ഒരുപാട് ചെറിയ ചെലവൊന്നുമല്ല, വലിയ മുതലാണ്. അപ്പൊ ഉമ്മമാര് ഗൾഫിലുള്ള ഭർത്താക്കന്മാരോടെല്ലാം പറയണം, നമ്മുടെ മദ്രസില് നല്ല രൂപത്തിൽ വലിയൊരു പണി, അതുപോലെ പള്ളിന്റെ ഉള്ളിലും നല്ല പണി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയൊരു ചെലവ്, ചെറിയ ചെലവൊന്നുമല്ല. ഉമ്മമാര് വളരെ മനസ്സ് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന നിലയ്ക്ക് ഞാൻ എന്നെ കൊണ്ട് എനിക്ക് ഖബറിൽ നാളെ കിട്ടാൻ, എനിക്ക് നാളെ ഖബറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുതല് ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നു. ഈ മദ്രസയിൽ പഠിക്കുന്ന ഓരോ അർഫുകൾക്ക് പകരമായിട്ട് ഖബറിലെത്തുമ്പോൾ അത് കിട്ടും. ഒരു സംശയവും വേണ്ട. ഇൽമിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസ ഉണ്ടല്ലോ, ഏറ്റവും വലിയ മുതലാണ്, ഏറ്റവും നല്ല മുതലതാ ഇൽമിന്റെ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുന്ന മുതൽ. നിങ്ങൾ ഇതുവരെ കൊടുത്തത്രയും വലിയ പവറൊന്നുമല്ല, വലിയ പവറാണ് ഇൽമ പഠിക്കുന്ന വിഷയത്തിന് വേണ്ടി കൊടുത്താൽ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമായ അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്ന മക്കൾ അവിടെ നിന്ന് ഉണ്ടെങ്കിൽ, അവരുടെ കുടുംബക്കാർക്ക് ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഖബർ ശിക്ഷയിൽ നിന്ന് വരെ അന്ന് മാറ്റി നിർത്തപ്പെടുക. അല്ലാഹു നമ്മുടെ മക്കൾ അങ്ങനെ ആക്കി തരട്ടെ.
നല്ല അതവുള്ള മക്കളാക്കി തരട്ടെ. നല്ല അതവുള്ള മക്കളാക്കി തരുമാറാവട്ടെ. ഇൽമ പറയുന്നവരും പഠിക്കുന്നവരും അതനുസരിച്ചിട്ട് അമൽ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. ആലോചിച്ച് ഇത് മദ്രസ എന്ന് പറയുന്നത് കാലാകാലം ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10 രൂപ നമ്മൾ കൊടുത്താൽ കാലാകാലം അത് കിട്ടും. നമ്മൾ മരിച്ച് കബറിൽ കിടക്കുമ്പോഴും നമ്മുടെ പള്ളി മക്കൾ അവിടെ പഠിക്കുകയാണ്. നമ്മുടെ മക്കൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോഴെല്ലാം കബറിൽ കിടന്നിട്ട് ഒറ്റപ്പെടുമെന്ന് ചിന്തിക്കണ്ട. കബറിൽ കിടന്നിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട എന്റെ മക്കള് കൊടുക്കല്ലോ, എനിക്ക് വേണ്ടിയിട്ട് എന്റെ മക്കള് കൊടുക്കുമെന്ന് ചിന്തിക്കണ്ട. നമ്മൾ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കി പണങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയാൽ ഒരു മക്കളും നമുക്ക് വേണ്ടി എന്റെ ഉപ്പാക്കൊന്ന് ദുആ ചെയ്യിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമെന്ന പ്രതീക്ഷ എനിക്ക് വേണ്ട. ഞാൻ എത്ര വലിയ ആലിമാക്കിയിട്ട് എന്റെ മകനെ വളർത്തിയാലും, ഞാൻ എത്ര നല്ല സ്വഭാവമുള്ള നല്ല മക്കളാക്കി എന്റെ മക്കളെ വളർത്തിയാലും, എന്റെ മകൻ എനിക്ക് വേണ്ടിയിട്ട് 100 രൂപ കൊടുത്തു ആയിരിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ സമ്പത്ത് പള്ളിക്ക് കൊടുക്കാതെ ബാക്കി വെക്കണ്ട. നമ്മളെ മക്കള് കൊടുക്കുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. കാരണം ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? നമ്മുടെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട്, ഞാൻ എന്റെ വാപ്പ മരിച്ചതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ വാപ്പയ്ക്ക് എത്രമാത്രം സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ കാര്യം എന്റെ മക്കള് കണ്ടുപഠിക്കുന്നുണ്ടല്ലോ, എന്റെ മക്കളതിൽ കാണുന്നുണ്ടല്ലോ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ്? മോനെ, വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ കബറിന്റെ അടുത്ത് വന്നൊന്ന് ഫാത്തിഹ ഓതണേ മോനെ. നീ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നീ കൊടുക്കണം മോനെ എന്ന് മക്കളോട് എപ്പോഴും വസിയത്ത് ചെയ്യണം. ഉപ്പമാരെ ഉമ്മമാരെ, ഇല്ലെങ്കിൽ പണത്തിന്റെ പളപളപ്പ് കൊണ്ട് ന്യൂ ജനറേഷനിന്റെ കാര്യവും പറഞ്ഞിട്ട് ഇന്നത്തെ മക്കൾ ഇങ്ങനെ പഴച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. നമ്മുടെ മക്കളെ നല്ല ദീനബോധമുള്ള മക്കളാക്കി തരട്ടെ. മമാരെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന മക്കളാണോ എന്ന് ഒരു നിമിഷം വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ ഒരു ദിവസമെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ മക്കളോട് ഒരു ദിവസമെങ്കിലും നമ്മൾ അടുത്തെത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കൊണ്ട് മക്കളോട് വളരെ ഗൗരവത്തിൽ പറയണം. നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന മക്കളാക്കാൻ, എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളോട് നമ്മൾ ഉപദേശിക്കണം. പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ മക്കളെ വിളിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എപ്പോഴും സാധാരണ മക്കളോട് പറയേണ്ട ഒരു വാചകമുണ്ട്. മോനെ, വാപ്പ മരിച്ചാൽ എന്റെ മോൻ എപ്പോഴും കബറിന്റെ അടുത്ത് വന്നൊന്നൊരു ഫാത്തിഹയോ യാസീനോ ദുആ ചെയ്യണം. മോനുണ്ടാക്കിയ പണത്തിൽ നിന്ന് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. മക്കൾ ചെയ്യുന്ന സമ്പത്തിൽ നിന്ന് ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രം. ആരൊക്കെ എന്റെ ഉമ്മമാരോട് വളരെ ഗൗരവത്തോടെ ഒരു വിഷയം ഞാൻ ചോദിക്കുന്നു. എത്ര ആളുകൾ മക്കളോട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചോദിക്കാറുണ്ട്, മോനെ നീ ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഉമ്മമാരെത്രയുണ്ട്? വളരെ സങ്കടമുണ്ട്. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് ഇയാൾക്ക് തന്നെ പണിയൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല, ബേജാറാക്കിയിട്ടും കാര്യമില്ല, പറയാതിരിക്കാൻ വയ്യ. മദ്രസ വിട്ട മക്കൾ, മദ്രസ വിട്ട കുട്ടികൾ, കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ഒക്കെ വിട്ട മക്കൾ പള്ളിയുടെ ഭാഗത്ത് വരുന്നത്. എന്താ ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ എവിടേക്കാണ് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവത്തിൽ ഇത് ചിന്തിക്കണം. വളരെ ഗൗരവത്തിന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങള്
ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, അവർക്ക് വേണമെങ്കിൽ അവരുടെ കബറിലേക്ക് നമ്മൾ പോകുന്നുണ്ടാ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹദീസ്? ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ, ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് മരണപ്പെട്ടു പോയ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത മക്കൾ മരിച്ചാൽ ഒരു 5, 10, 15 പ്രായപൂർത്തിയാകുന്നതുവരെ മക്കൾ ചെയ്യുന്ന നന്മയെല്ലാം ഉമ്മാക്കും ഉപ്പാക്കും കിട്ടും. അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഉമ്മക്കും ബാപ്പക്കും കിട്ടും എന്ന് പറയുന്നു. എന്നാൽ പ്രായപൂർത്തി ആയതിനു ശേഷം മക്കള് ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദി മാതാപിതാക്കളാണ്. റബ്ബ് ചോദിക്കുന്നതാണ് റബ്ബിനോട്. റബ്ബ് ചോദിക്കും, എന്തുകൊണ്ട് നിന്റെ മകൻ വഴിതെറ്റാൻ കാരണം എന്ന് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കും. നമ്മുടെ മക്കളോട് എന്തുകൊണ്ട് നമ്മൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നില്ല. എത്ര മക്കളുണ്ടായിരുന്നു ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, ഈ സമയത്ത് എത്ര കുട്ടികളുണ്ടായിരുന്നു? ദർസ് പഠിച്ചു നിർത്തി എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു ഇവിടെ? വരച്ചൊരു കുട്ടി പോലും. ഓക്കെ, സലാത്ത് തുടങ്ങുമ്പോ തന്നെ പോയി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചൊടിയ അർസ ബന്ധങ്ങും മോശമില്ല, പിന്നെ അർസ മോശമില്ല, നാളെ തന്നെ വയ്യത്തിങ്ങും മോശമില്ല. പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റൂല. എത്ര മക്കളുണ്ടായിരുന്നു ഇവിടെ? വച്ചൊരു കുട്ടി പോലും സലാത്തിനെങ്കിലും അതിനിരിക്കണ്ട, അതിനില്ലെങ്കിലും പേപ്പല്ല, ഇന്ന 4 ആൾക്ക് പറയാൻ തരാം. പക്ഷെ എന്തുകൊണ്ട് സലാത്തിനെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല? ഇതേ രൂപത്തിലാണ് ഈ കുട്ടികളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കളും ഇതേ രൂപമാണ് പഠിക്കുന്നതെങ്കിൽ നിസ്കാരത്തോട് നമ്മുടെ മക്കൾക്ക് ശ്രദ്ധയില്ലാതായി പോകും. ഭാവിയിൽ വലിയ ചെറുപ്പക്കാരായി മക്കൾ വളർന്നു വരുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്ത മക്കളായി മാറിയാൽ ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ചെറുപ്പക്കാർക്ക് നല്ല ദീനിന്റെ ഖാദിമീങ്ങളാക്കി അല്ലാഹു വളർത്തട്ടെ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല നല്ല സംഖ്യകൾ ഇട്ടുകൊണ്ട് അതിനുവേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നവരുണ്ട്. ഇവിടെ ഓടെടുക്കാൻ വേണ്ടിയിട്ട് ഈ മാട് ഇവിടുന്ന് കാണണ്ട, നല്ല ഓണുണ്ട്. 2000 മോൾ ഓടുണ്ടായിരുന്നു അല്ലെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ 4-5 വയസ്സന്മാരുണ്ടായിരുന്നു. പാലക്കാരുണ്ടായില്ല, ഉണ്ടായിരുന്നല്ലേ? കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് നല്ലൊരു പ്രവർത്തനം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ആഫിയത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ. പള്ളിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ചില്ലറയൊന്നുമല്ല. ഈ രൂപത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ തലമുറ ചെറുപ്പക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ മക്കളെ പ്രയത്നിക്കണം. അതിനു വേണ്ടിയിട്ട് മക്കൾക്ക് പ്രചോദനം കൊടുക്കണം. മക്കളോട് പറയണം. ആരാ പറയേണ്ടത്? മാതാപിതാക്കൾ പറയണം മക്കളോട്, മക്കളെ നിങ്ങൾ പള്ളിയുടെ കാര്യം വരുമ്പോ പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകണം, പള്ളിക്ക് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. നിസ്കാരത്തോട് 5 വക്ത് നിസ്കാരവും സ്കൂള് വിട്ടു വന്നാൽ, സാല വിട്ട് വന്നാൽ മക്കളെ കൊണ്ട് ദുഹറും അസറും നിസ്കരിപ്പിക്കണം. ദുഹറും അസറും നിസ്കരിപ്പിക്കണം. മിക്ക വലിയ കുട്ടികളോട് വരെ നമ്മൾ സുബഹി നിസ്കരിച്ചോ എന്ന് എത്ര ഉമ്മമാര് ചോദിക്കുന്നുണ്ട്. സുബഹി നിസ്കരിപ്പിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലെത്തിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ ഗൗരവത്തിൽ അതിന്റെ വിഷയം ഞാൻ നിങ്ങളോട് അതിന് ശേഷം പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിസ്കാരത്തോട് നല്ല ബന്ധമുള്ള ആളുകളാക്കി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. നിസ്കാരത്തോട് നല്ല ബന്ധമുള്ള മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ. അതിന്റെ ബാക്കി വിഷയം ഞാൻ നിങ്ങളോട് പറയാം. സ്കൂള് സാല വിട്ടു വന്ന മക്കളോട് ളുഹറും അസറും നിസ്കരിക്കാൻ എത്ര ഉമ്മമാരെ കൽപ്പിക്കുന്നുണ്ട്? ഒന്ന് വളരെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണം. ഉമ്മമാർക്ക് അതിന് സമയമില്ല. ഇപ്പോ ചില ഉമ്മമാർക്ക് വേദന സദസ്സിൽ വന്നാലും എന്താ പണി? 200 കണ്ടത്തിന് തോണ്ട് തന്നെ പണി, വെത്തലക്ക് ചുണ്ണാമ്പതേക്ക് പോലെ തന്നെ പണി. മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് വീണ്ടും പറഞ്ഞത് ഇതുവരെ 1 മണിക്കൂർ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ എന്തോ അറിയാതെ മൊബൈലിലും വാട്സപ്പിലും എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ ഇതേ പണിയാണ്. ചില ആളുകളുടെ ഉണ്ട് തന്നെ പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ ഉമ്മമാരൊന്നുമില്ല, നല്ല ആളുകളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഈ മൊബൈലിനെ കൊണ്ട് അള്ളാഹുവിന്റെ തീരെ ഒറ്റ നഷ്ടപ്പെട്ടു പോയിട്ട്
ഇൽമിന്റെ സദസ്സിലിരുന്നാലും ചില വേദന്റെ സദസ്സുകളൊക്കെ പോയാൽ കാണാം കുറെ ചെറുപ്പക്കാര് പെൺകുട്ടികൾ വരുന്നത് തന്നെ അവിടെ നിന്ന് മൊബൈൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കഥയല്ല, ഇവിടെ വേദ കേൾക്കാൻ വേണ്ടിട്ട് മാത്രം വരുന്ന മാസം ഒരു പ്രാവശ്യമല്ലേ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മതിയാക്കാം. മൊബൈൽ ആ സമയത്ത് ഓഫാക്കിയിട്ട് മൊബൈലിൽ കളിയൊക്കെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ കേൾക്കണം. ഇത് ഗൗരവത്തിലാണ് പറയുന്നത്. നമ്മുടെ മക്കളോട് സ്കൂള് വിട്ട് വന്നാൽ പെൺകുട്ടികളോട് പ്രത്യേകിച്ചു നിസ്കരിക്കാൻ ഉമ്മമാര് പറയണം. ഞാൻ ക്ലാസ്സിൽ ചോദിച്ചപ്പോ പല പെൺകുട്ടികളും ഓരോരു അസറില്ല. അത് മാത്രമല്ല, സുബഹി നിസ്കരിച്ചോ എന്ന് ഇന്ന് നിസ്കരിച്ച ഒരു ദിവസവും സുബഹി നിസ്കരിച്ചിട്ടില്ല. അപ്പൊ പറയാം ചെറിയ മക്കളല്ലേ സാധ്യത, ചെറിയ പ്രായപൂർത്തിയായ മക്കളെ കുറിച്ച് കഥയായി പറയുന്നത്. സുബഹി നിസ്കാരം അടക്കം പല ദിവസങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ആലോചിക്കണം, ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് നമ്മള് എന്തേ നമ്മുടെ മക്കളെ ഒന്ന് സുബഹിക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല? ചില പേർക്ക് ആലോചിച്ചപ്പോ ചെറിയ മക്കളാകുമ്പോ ചെറുതില്ല പറയുമല്ലോ, നിസ്കരിച്ചാണ് ചെറിയ മക്കൾ ഉമ്മാനെ അടിക്കുന്നതിന് വേണ്ടിക്കുന്നത് ഉമ്മ നിസ്കരിക്കുന്നത്. ഉമ്മ നിസ്കരിച്ചിട്ടാന്ന് പറയുന്നത് മക്കളോട് ആരാന്ന് ഉപയോഗിക്കണ്ട, അള്ളാഹു തആല ബർക്കത്തിലാകട്ടെ. ഏതായാലും ഞാൻ ഉണർത്തിയതിനാ ഇനി ഞാൻ നിസ്കരിക്കണം എന്നതിന്റെ ഉദ്ദേശത്തോടെ പറഞ്ഞതാ. സുബഹി ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് നല്ല നിലക്ക് വുളൂ ചെയ്ത് സുബഹി നിസ്കരിച്ച് നമ്മുടെ മക്കളെ മദ്രസയിൽ പോകുന്ന മക്കളെ വിളിച്ചുണർത്തി ആ മക്കളെ അവിടുന്ന് പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി വുളൂ ചെയ്യിപ്പിച്ച് ഒരു 2 റക്അത്ത് സുബഹി നിസ്കരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ മക്കളെ വിളിച്ചിട്ട് വൃത്തിയാക്കി ഒന്നിച്ച് ഉമ്മ നിസ്കരിക്കുമ്പോൾ ഒന്നിച്ച് തന്നെ ഉമ്മയുടെ കൂടെ നിസ്കരിപ്പിച്ചിട്ട് മക്കളെ കൊണ്ട് എന്തുകൊണ്ട് ഉമ്മമാരെ ശീലിപ്പിച്ചുകൂടാ? എന്തേ ശീലിപ്പിച്ചാൽ ആ മക്കൾ നമുക്ക് അതൊരു വിഷമം ഉണ്ടാവൂല. ആ കാര്യത്തിൽ മക്കൾ ഒന്നും ചെയ്യൂല. ആ മക്കൾ അങ്ങനെ ശീലിപ്പിച്ച മക്കളുണ്ടല്ലോ, അങ്ങനെ നിസ്കരിപ്പിച്ച് മക്കൾക്ക് പഠിപ്പിച്ച ആ മക്കളുണ്ടല്ലോ, വലുതാകുമ്പോ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യും. നാളെ മഹ്ശറിൽ ഒറ്റപ്പെടുമ്പോ ആ മോള് പറയും, പഠിച്ചോനെ ഞാൻ സ്വർഗത്തിൽ കിടക്കാൻ കാരണം എന്റെ ഉമ്മയാണ് എന്നെ സുബഹിക്ക് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിച്ചതല്ലാ എന്ന് ആ മോള് പറയും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പിന്നെ എന്തേ നമ്മുടെ മക്കളെ നമുക്ക് നിസ്കരിപ്പിക്കാൻ പറ്റുന്നില്ല? സ്കൂൾ സാര വിട്ട് വന്നാൽ ഉടനെ കുളിച്ച് ഭക്ഷണം കഴിച്ച ഉടനെ മക്കളോട് പറയണം ളുഹ്റും അസറും പെട്ടെന്ന് നിസ്കരിക്കണം. ളുഹ്റും അസറും നിസ്കരിക്കണം, നിർബന്ധമായി നിസ്കരിപ്പിക്കണം. നിസ്കരിച്ചതിന് ശേഷമേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. സുബഹിക്ക് നിർബന്ധമായി മക്കളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം നിർബന്ധമായും ഉണ്ടാവണം. അല്ലാഹു തആല നമ്മുടെ മക്കൾ നന്നാക്കി തരട്ടെ, നന്നാക്കി തരുമാറാവട്ടെ. ദുആ ഇരിക്കുന്ന സമയത്ത് പോയി നിസ്കരിക്കണം. മനസ്സിലായി? നിസ്കരിച്ചിട്ടാട്ട് പോണം. നിസ്കരിച്ചിട്ട് ഭയങ്കര നിസ്കരിക്കില്ല. എന്താ മദ്രസ ഇല്ലാത്ത സമയത്ത് പല പ്രാവശ്യം പറഞ്ഞു, മദ്രസ ഇല്ലാത്ത സമയത്ത് ഞായർ ശനി ദിവസങ്ങളിൽ രജയുള്ള സമയത്ത് ഈ ഗ്രൗണ്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുന്നത്. ബാറ്റും പൊടിച്ച് ബാറ്റുള്ളവർക്ക് തന്നെ ബോളും ഇതന്നെ ഗുസ്തി തന്നെ വേറെ. ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന എത്ര ഉമ്മമാരുണ്ട്? എന്തേ വന്ന് നിസ്കരിച്ച? ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന മക്കൾക്ക് ഒരു നിസ്കാരത്തിന് ഇവിടെ വരാൻ പറയുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, വരാൻ പറയുന്നുണ്ട്. ഇനി അതിന് കൊടുത്ത ശിക്ഷ വല്ലാണ്ട് ഏറിപ്പോയാലോ? ഫോൺ വിളിക്കും, ഉസ്താദ് ഇങ്ങനെ തച്ചിട്ടുണ്ട്, ആടെ പൊട്ടിയില്ല, ഇട പൊട്ടി ഭയങ്കര ഗോകുൽമാർ. ഇതൊക്കെ അതല്ല പറയാൻ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലാഹു തന്നെ നന്നാക്കി തരട്ടെ. അത് പറയാ. പിന്നെ മക്കളെ ശിക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഓവറായിട്ട് ശിക്ഷിക്കാനൊന്നും ഇപ്പോഴത്തെ നിലപാടുകളും നിയമവശങ്ങളും ഒന്നും സമ്മതിക്കുന്നില്ല. ശരിക്കും കൊടുത്തോന്ന് പറയും, കൊടുത്തോന്ന് പറഞ്ഞാലായിട്ടുണ്ടാവും മതി പയ്യോ കേൾക്കുന്നത്. എന്തേ ഞാൻ ചോറ് കൊടുത്തിട്ട് പോയിട്ട് എന്റെ കഴിക്കാൻ വരുന്നതായിട്ടുണ്ടോ കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഇത് വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ നിസ്കാരത്തിന് സ്കൂള് രജയുള്ള ദിവസങ്ങൾ ഞായറാഴ്ച ദിവസം നിർബന്ധമായിട്ടും ളുഹ്ർ അസർ ഒക്കെ പള്ളിയിലേക്ക് വരാൻ പറ്റുന്നവർ പള്ളിയിലേക്ക് വന്നിട്ട് തന്നെ നിസ്കരിക്കണം. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിപ്പിക്കണം. ബാറ്റും ബോളും പിടിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റുന്ന മക്കൾക്ക്
ഈ പള്ളിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. നെല്ലിന്ന് വരെ 18 രൂപ കയറ്റുമ്പോഴും കഴിക്കും. കാലത്ത് വൈകിട്ടോ ചോറ് വേണ്ട, ചായ വേണ്ട, വെള്ളം വേണ്ട, എന്തും വേണ്ട. ഫ്രിഡ്ജിന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. അപ്പൊ വാങ്ങിക്കൊടുത്തവര് പള്ളിക്ക് കയറുന്നില്ല. ഒരുത്തം സ്വിച്ച് ഇടാൻ വരുന്ന ഗോൾഡിന്റെ പിന്നെ കുപ്പിന്ന് നോച്ചോണ്ട് പോകുന്നു. അപ്പൊ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനും ഇല്ല, ഞാൻ ചാറ്റിട്ട് വന്നില്ലായിരുന്നു. ധാരാളിക്കണം. ഉമ്മമാര് ഗൗരവത്തിൽ ചിന്തിക്കണം. ഉമ്മമാര് നിർബന്ധമായും ഇനി കഴിക്കാൻ വരുമ്പോ 12 മണിക്ക് വീട്ടിലേക്ക് എത്തണം. എത്തിയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചിട്ട് പള്ളിയിലേക്ക് പോകണം, നിസ്കരിക്കണം. കളിക്കണ്ടെന്ന് പറയുന്നില്ല, കളിച്ചോട്ടെ. വെറും കളി തന്നെ ആയാലോ? വെറും കളിയായാൽ നമ്മുടെ മക്കൾ പിന്നെ എന്താ അല്ലാഹുവിന്റെ ദീന പഠിക്കുന്നത്? ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ പറയൂലേ പ്രിയപ്പെട്ട ഉമ്മമാരെ? അല്ലാതെ പറയില്ലേ? സ്വർഗത്തിലേക്ക് നല്ല ഹജ്ജ് ചെയ്ത ഉമ്മ, നല്ല തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലിയ ഉമ്മ, തഹജ്ജുദ് നിസ്കരിച്ച ഉമ്മ, നല്ല സമ്പത്തുകൾ പള്ളിക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഉമ്മ, ഈ ഉമ്മയും ബാപ്പയും നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ മഹ്ശർ എന്ന് പറയുന്ന ലോകത്ത് വരാനുണ്ട്. അങ്ങനെ ഒരു ലോകം, പാരത്രികമായ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട വരാനില്ല, അതൊക്കെ പിന്നീടുള്ള കഥയല്ലേ എന്ന് ചിന്തിക്കും. അല്ല, ആ വരാനുള്ള സമയം ഓരോ ആളുകൾക്കും ഒരാളെ പോലും ബാക്കിയാവുകയില്ല. എല്ലാ ആളുകൾക്കും മരണമെന്ന് പറയുന്ന സംഭവം വരാനുണ്ട്. മരണമെന്നത് എല്ലാവർക്കും സംഭവിക്കാനുണ്ട്. മരിച്ച് കബറിൽ കൊണ്ടുപോയി മറമാടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മഹ്ശർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ലോകമുണ്ട്. ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് മരണം നിർബന്ധമാണ്. മരിച്ചാൽ നാളെ മഹ്ശർ എന്ന് പറയുന്ന റബ്ബിന്റെ കോടതി, ആ കോടതിയിൽ വെച്ചുകൊണ്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വിഷമിക്കുന്ന അവസരം വരും. ഇനി നന്നായി നിസ്കരിച്ചു, ഹജ്ജ് ചെയ്തു, നല്ല സകാത്ത് കൊടുത്തു, നല്ല ഹാജിയാരാണ്, നല്ല ഹജ്ജുമ്മയാ, നല്ല അമലുകൾ, സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഈ ഉമ്മയിലുണ്ട്. ഈ വാപ്പയിലുണ്ട്. ഒരു പഴുത് പോലും നരകത്തിലിടാൻ ഉമ്മയും വാപ്പയെയും നരകത്തിലിടാൻ ഒരു പഴുതുമില്ല. എല്ലാ അമലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. വളരെ സ്വർഗത്തിൽ പോകേണ്ട ആളാണ്. 100% സ്വർഗത്തിലേക്ക് പോകാൻ പാസ്സായ ആള് സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉമ്മ, ഇത് കിതാബിലുണ്ട് മഹാന്മാര് പറഞ്ഞത്. അതാ അപ്പോഴാണ് അവിടുന്ന് നമ്മുടെ ശത്രുക്കൾ രംഗത്ത് വരുന്നത്. ആര്? 10 മാസം പള്ളയിൽ വെച്ചിട്ട് വേദന സഹിച്ചിട്ട്, വല്ലാതെ വേദന സഹിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വേദനയുടെ പ്രയാസത്തിന്റെ കൊണ്ടുമുടി കയറിയിട്ട് ആ ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും അത്ര കഷ്ടപ്പെട്ട് പ്രസവിച്ച മകനും മകളും അതാ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് സർവശക്തനായ റബ്ബിനെ വിളിക്കുന്നു. ആ കാണുന്ന സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് എന്റെ ഉമ്മയാണ്. ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് എന്റെ വാപ്പയാണ്. പക്ഷേ എന്നെ നരകത്തിന്റെ ലിസ്റ്റിലാണ് റബ്ബേ പെടുത്തിയിട്ടുള്ളത്. ഞാൻ നരകത്തിലാണെന്ന് റബ്ബേ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ സ്വർഗത്തിലല്ല. പക്ഷേ എനിക്കൊരു കാര്യം റബ്ബിനോട് ബോധിപ്പിക്കാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലാഹ് അവിടുന്ന് സർവശക്തനായ പടച്ചതമ്പുരാനോട് അവിടുന്ന് മക്കള് വിളിച്ചു പറയുന്നു, അല്ലാഹ് റബ്ബനാ അരിനല്ലദീനി അദല്ലനാ നജ്മൽഹുമാ തഹത അഖ്ദാമിനാ. ഉമ്മമാരെ ഉപ്പമാരെ ഗൗരവത്തിൽ കേട്ടോ. ഇത് മക്കളെ വിളിച്ചു പറയും. താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമോ, തലയിൽ വെച്ചാൽ പേനരിക്കുമോ എന്ന് പേടിച്ചിട്ട് മക്കളെ അത്രമാത്രം പോറ്റി വളർത്തി വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തിയ നമ്മുടെ മക്കള്. സുബ്ഹാനല്ലാഹ്. ഉമ്മ നോക്ക്, ഒരു പൊന്നു മോനെ ഉമ്മ വളർത്തിയ കോലം എങ്ങനെയാണ്? ഉമ്മ ഭക്ഷണം കഴിക്കുന്നു. ചിലപ്പോ 5ഓ 6ഓ അല്ലെങ്കിൽ 1ഓ 2ഓ എന്തെങ്കിലും നല്ല ഒരു സാധനം പാപ്പ കൊണ്ടുവന്നിട്ടുണ്ടാകും. രാവിലെ അതൊന്ന് മകന് കൊടുത്തു. ഒന്ന് കൊടുത്തിട്ട് ഉമ്മ മറ്റേത് തിന്നാൻ നോക്കുമ്പോ മകന് രണ്ടാമത്തേതും ഉമ്മയുടെ കയ്യിലുള്ളതും അവ മകന് വേണം. മകന് വേണമെന്ന് പറഞ്ഞപ്പോ ഉമ്മ തിന്നാൻ ഒരുങ്ങിയ സാധനം ആ മകന് കൊടുക്കുന്നു. ഉമ്മയുടെ ആഗ്രഹം മാറ്റിവെച്ചിട്ട് മക്കൾക്ക് കൊടുത്തു. ഇത്ര മാത്രം സ്നേഹിച്ച് വളർത്തിയ മക്കള്
ഈ മകനാ നാളെ പറയുന്നത്, പഠിച്ചവനെ സ്വർഗത്തിൽ എന്റെ ഉപ്പാനെ അയക്കരുത്, എന്റെ ഉമ്മാനെ സ്വർഗത്തിലേക്കരുത്. കാരണം ഞാൻ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയത് ഉമ്മയുടെ കാരണം കൊണ്ടാണ്. എന്നോട് ഉമ്മ പറഞ്ഞില്ല, സാല രജ ഉണ്ടാവുക, നീ സ്കൂളിലേക്ക് അവിടുന്ന് എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് പോണോടാ, കളിക്കാൻ വേണ്ടി വെറും ബാറ്റും ബോളും കൊടുത്തിട്ട് തുള്ളാൻ വേണ്ടി മാത്രം പോയാ പോരാ, നിസ്കരിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ തരും, ഭക്ഷണം തരില്ല എന്നൊക്കെ ഉമ്മാക്ക് പറയാ. എന്തേ പറയാൻ പറ്റുന്നില്ല? ചില രക്ഷിതാക്കൾ പറയും, ചില ഉമ്മമാര് പറയും, ഓനിക്ക് എത്ര പറഞ്ഞു കേൾക്കുന്നില്ല ഉസ്താദെ, മോന് ആര് പറയുന്നേ? ഉമ്മയും പാപ്പയും പറഞ്ഞാൽ മക്കൾ കേൾക്കണില്ല. എവിടെ എത്തി ആലോചിച്ച് നോക്കി. ഉമ്മ പറയുന്നത് മകൻ അനുസരിക്കുന്നില്ല, ഉപ്പ പറയുന്നത് മകൻ കേൾക്കുന്നില്ല. ചില ഉമ്മമാര് ചെയ്യുന്ന ചില സ്വഭാവങ്ങളുണ്ട്, മക്കളെ ഏറ്റവും മോശമാക്കുന്ന ചില സ്വഭാവമുണ്ട് ഉമ്മമാർക്ക്. എന്താണെന്നറിയോ? പാപ്പ അടിക്കൂന്ന് പറഞ്ഞിട്ട് മകൻ ചെയ്യുന്ന ഒരു തെറ്റും എന്താവൂല, ഉപ്പാട് പറയാ, ഉമ്മ ഒളിപ്പിച്ചു. ഓനെ എന്ത് കുസൃതി കാണിച്ചെങ്കിലും, ഓനെ നിസ്കരിച്ചിട്ടില്ലെങ്കിലും, ഓനെ എന്താക്കിയിട്ടില്ലെങ്കിലും ഉമ്മ എന്താവൂല, ഉപ്പാട് പറയാ, അങ്ങനെ വെക്കും. ഉപ്പ ശിക്ഷിക്കുമെന്ന പേടിയിൽ പറയാതെ വെക്കും. ഇത് മകൻ എന്ത് ചെയ്ത് നല്ല സപ്പോർട്ടായി, ഇനിയിപ്പോ എന്താക്കി എന്റെ ഉമ്മ ഉപ്പാട് ചെല്ല. ചില ഉപ്പമാരും അങ്ങനെ തന്നെ, മക്കൾ എന്ത് ചെയ്താലും അത്ര മാത്രം വേറെ എന്താക്കല. ഓർക്ക് മനസ്സിലായത് ഇയാൾ ഇത്രയല്ല, ഇയാൾക്ക് എന്താണ് കേൾക്കുന്നത് മാത്രം, വെറുത്തില്ല. അപ്പൊ തന്നെ അയാളെ പൈസ പോയി എന്നുള്ള ചിന്ത മകന്റെ മനസ്സിൽ വന്നു. പിന്നെ ആ മോൻ എന്താക്കുന്നില്ല, ബാപ്പാൻ അനുസരിക്കുന്നില്ല. ആലോചിക്കണേ, നമ്മുടെ മക്കളും മറ്റു ബാപ്പയുടെ ഒരുത്തന്റെ മറ്റൊരാളുടെ മകനും തമ്മിൽ ഒരടി കൂടി, ഉദാഹരണം പറയാൻ ഒരടി കൂടി, ഞാൻ നിർത്തുന്നു, പറയാൻ വന്നിട്ടില്ല. ഒരടി കൂടിയപ്പോ അവൻ വന്നിട്ട് പറഞ്ഞു, മകൻ വന്നിട്ട് പറഞ്ഞിതാ തന്നെ അവക്കറിഞ്ഞില്ല, മോൻ എന്താക്കിന് പ്രാപ്പിക്ക് അച്ഛനും പാടില്ല. എന്തിനു തച്ചേന്ന് പോലും കെടുക്കുക. ഇയാള് കത്തിയും പാടുകൊണ്ട് പോയി ആ പേർക്കാരോട് ഗുൽമാലാക്കി ഗൗചാക്കി ആകെ അത്ഭുതമാക്കി. ചിന്തിച്ച യോനെന്താ തെറ്റ് ചെയ്തു എന്നത് എന്റെ മോനോട് ചോദിച്ചില്ല. ആദ്യം ചോദിക്കേണ്ടത് അവൻ എന്തിന് നിന്നെ അടിച്ചത്, നീ അവരെ എന്ത് ചെയ്തു? അവിടെ ആട്ടാണ് ചോദ്യം ആദ്യം ചോദിക്കേണ്ടത്. എന്റെ മകനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യം അങ്ങനെയാണ്, നീ അവനെ എന്ത് ചെയ്തു? അവിടെയാണ് വാപ്പാന്റെ സാമർത്ഥ്യം കാണിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഓന് നിന്നെ ഉണ്ടാക്കിയ അപ്പൊ ഓനാക്കിയതല്ല പറയും, ഓനാക്കിയത് എന്തൂല്ല. അപ്പൊ മക്കളെ ചിന്തിച്ച്, എന്താ എനിക്ക് എന്റെ വാപ്പ സപ്പോർട്ട്, പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ട്, ഇനി എനിക്ക് എന്ത് ചെയ്യാം, എന്ത് തോന്നിവാസവും ചെയ്യാം എന്ന ചിന്തയിലേക്ക് മക്കളുടെ ചിന്താഗതി മാറുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാര് കണിശമായി വളരെ ഗൗരവത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കണം. ഏത് കാര്യം നിങ്ങൾ മാറ്റിവെച്ചാലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിർബന്ധമായി മക്കളോട് എന്ത് ചെയ്യണം, നിസ്കരിക്കാനുള്ള ഒരു പറച്ചിൽ നിങ്ങളുടെ ഭാഗത്ത് വേണം, നിർബന്ധമായിട്ട് വേണം. അത് പറഞ്ഞേ പറ്റും, വേറൊരു വഴി, ഒരു നിർവാഹമില്ല. അത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാതെ മറ്റുള്ള എല്ലാ ആളുകളെയും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തന്നെ ശീലിപ്പിക്കണം. പറയും, ഉസ്താദേ റോഡ് കടന്നിട്ട് പറഞ്ഞു കുറെ വണ്ടിയെല്ലാം ഉണ്ട്, കുറെ വലിയ വലിയ വണ്ടിയെല്ലാം വരുന്നു, വലിയ റോഡല്ലേ കടന്നിട്ട് എങ്ങനെ വരുന്നേ? ചെറിയ പൊടിമുള്ള റാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ പൊടിമുള്ള റാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. 5, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾ, ആ കുട്ടികളെല്ലാം അതേ കുട്ടികളെല്ലാം വന്നിട്ട് റോഡ് കടന്നിട്ട് വന്നിട്ട് തന്നെ കളിക്കുന്ന, ഒരു പ്ലെയിനിൽ വന്നിട്ട് ഇറങ്ങുന്നതല്ല ഇവിടെ, അല്ലേ? റോഡ് കടന്നിട്ട് വന്നിട്ട് ഇവിടെ കളിക്കുന്ന ഗ്രൗണ്ടിൽ നിസ്കാരത്തിലേക്ക് മാത്രം റോഡ് കിടക്കണം. ഓർക്ക് അപ്പൊ വണ്ടി വരുന്നുണ്ട്. ഈ കളിക്കാരെ ബാറ്റും ബോളും പിടിച്ചുകൊണ്ട് പാഞ്ഞോണ്ട് ഒരു വണ്ടിയുമില്ല, ഒരു റോഡുമില്ല, ഒരു ദൂരം പോകാമില്ല. ചില ആള് പറഞ്ഞു കുറെ ചുമ ദൂരത്തുനിന്ന് പറഞ്ഞവർക്ക് കളിക്കാനാ, ആ ചുമ ദൂരത്ത് തന്നെ വന്നിട്ട് ഗ്രൗണ്ടിൽ കളിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. നിസ്കരിക്കുന്ന സമയത്തും കളിക്കുന്നു, ബാങ്ക് കൊടുക്കുന്ന സമയത്തും കളിക്കുന്നു, എല്ലാ സമയത്തും കളിക്കുന്നു. കുറെ പ്രാവശ്യം ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാൻ വരണം, സാല രജ ഉണ്ടാവുമ്പോ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തോണ്ടാ പറഞ്ഞത്. ഏതായാലും പോകാൻ ആയെങ്കിലും ഏതായാലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരു പരാതി നാളെ റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല. പഠിച്ചോനെ ഞാനിപ്പോ ഓരെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓരെന്നെ തച്ചിട്ടാണ് പുറത്താക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് പറയാൻ പോയിട്ടില്ല മക്കളെന്നോ എന്ന് പഠിച്ചവനോട് പറയാൻ അതൊരു മറുപടിയാവല, അതൊരു മറുപടിയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഉമ്മമാരെ നിർബന്ധമായിട്ട്, പാപ്പമാര് ചിലപ്പോ പോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ ജോലിക്ക് പോകുന്നവരാണ്. അവർ ജോലിക്ക് പോയാൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരാണ്. പക്ഷേ നിങ്ങൾ നിർബന്ധമായും മക്കളോട് ളുഹറും അസറും സ്കൂൾ വിട്ട് വന്നാൽ, സാല വിട്ട് വന്നാൽ, പെൺകുട്ടികളോട് പ്രത്യേകിച്ചിട്ട് വലിയ വേദന തോന്നിയിട്ടുണ്ട്, വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. നിസ്കരിക്കാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ വല്ലാതെ വേദന തോന്നിപ്പോയി. നിസ്കരിക്കാത്തതിന്റെ എന്താ, അതിന്റെ ശിക്ഷ എന്താ പറയേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ തറക മിൻഹും വാഹിദതൻ വഹുവ ബില്ലാഹി കാഫിറ. തീർന്നു പുറത്തുപോയി എന്നാ പറഞ്ഞത്. വിശുദ്ധമായ നിസ്കാരം, 5 വക്ത് നിസ്കാരം ഒരാൾ നിർവഹിക്കാത്ത കാലത്തോളം അവന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം അസ്ഫല നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നിസ്കരിക്കാത്ത മനുഷ്യൻ എത്രമാത്രം അൽ അഹദുല്ലദി, നബിതങ്ങൾ ഹദീസിൽ പറയുന്നത് അൽ അഹദുല്ലദി ബൈനനാ വ ബൈനഹും അസ്ഫല, എന്റെയും അവരുടെയും ഇടയിലുള്ള ഉടമ്പടി അത് തന്നെ അസ്ഫല നിസ്കാരം. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ എല്ലാ കിതാബുകളിലും ലാനത്ത് ചെയ്യപ്പെട്ടവരാണ്. എല്ലാ കിതാബുകളിലും എല്ലാ കിതാബുകളിലും മൽഊനും ഫിൽ ഖുർആൻ, ഹബീബായ തങ്ങൾ ഖുർആനിൽ വരെ ലാനത്ത് ചെയ്യപ്പെട്ടവരാണ് നിസ്കാരം ഒഴിവാക്കുന്നവർ. ഉപ്പമാര് ആദ്യമായി നിസ്കരിക്കണം. നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് ഞങ്ങൾ പണിക്കല്ല പോകുന്നതാണ്, പണിക്ക് പോകുന്ന ആളെ കുറിച്ചല്ല പറഞ്ഞു, സുഹൃത്തിലേക്കല്ല പണിക്ക് പോകുന്ന ആളെ കഥയല്ല. ഉള്ള സമയത്ത് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരണം. ഇനി നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലേ, പോകുന്ന സമയത്ത് മക്കളോട് പറയണം, നിർബന്ധമായിട്ട് പറയണം, നിസ്കരിക്കണം എന്ന് മക്കളോട് പറയുകയും കൽപ്പിക്കുകയും നിസ്കരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുകയും ചെയ്യണം. അല്ലാഹു തആല നല്ല അദബുള്ള, പൊരുത്തമുള്ള, കുരുത്തമുള്ള നല്ല ദീനിന്റെ ഖാദിമീങ്ങളായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് നല്ല അദബ് ശീലിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് അദബ് ശീലിപ്പിക്കേണ്ടത്? അവ പറയാം, അതെല്ലാം മദ്രസ പഠിക്കുന്നല്ലേ, മദ്രസന്ന് പഠിക്കുന്ന അദബ്, ആ അദബ് എങ്ങനെയാണല്ലോ അതൊന്നും പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്നതിനനുസരിച്ച് പാടും. അദബ് എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒന്ന്, വലിയവരെ കണ്ടാൽ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കേണ്ടത്? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എല്ലാം പഠിച്ചു. മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുക. ആരാണ് ഈ വലിയവർ? വലിയവരെന്ന് പറഞ്ഞാൽ ആരാണ് വലിയവർ? ഇന്ന് ഉസ്താദിനെ എന്നെ ബഹുമാനിക്കുന്നില്ല, പിന്നെ അല്ല വലിയ ഉസ്താദുമാരെ എന്നെ ബഹുമാനിക്കുന്നില്ല. എന്തതിന്റെ കാരണം? ബഹുമാനിക്കാത്തതിന്റെ കാരണം ഒന്ന് പറയാം, വലിയവരെ ബഹുമാനിച്ച് ശീലിപ്പിക്കണം. എങ്ങനെയാണ് വലിയവരെന്ന് പറഞ്ഞാൽ? വലിയവരെന്ന് പറഞ്ഞാൽ ആരാണ്? ആ കുഞ്ഞാണെങ്കിൽ കിടാക്കളൊക്കെ ഇരുമ്പോ പമ്പ കിട്ടിയ പോലെയല്ല, കിടാക്കാണ് അതിനെ തോണ്ടിക്കൊണ്ടു കൽപ്പിച്ചോളൂ. പറഞ്ഞ ഭാഷയൊക്കെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബ് പഠിപ്പിച്ച കൂട്ടത്തിൽ അദബ് എന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്. എന്താണ് അദബ്? എവിടെയാണ് അദബ് പഠിക്കേണ്ടത്? ആദ്യമായി മാതാപിതാക്കളെ അനുസരിച്ച് പഠിക്കണം. മാതാപിതാക്കൾ ആരാ? നമുക്ക് ഭക്ഷണം തന്ന്, നമുക്ക് എല്ലാം തന്ന മാതാപിതാക്കളെ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല. ചെറിയ മക്കൾ അനുസരിക്കുന്നില്ല എന്നുള്ള കഥ 6ലും 5ലും 7ലും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് എത്ര വയസ്സുണ്ടാവും? ആലോചിച്ചോക്കെ. 15, 16, 17 ഈ രൂപത്തിലേക്ക് 15ന്റെ ഉള്ളിലുള്ള മക്കളെ കുറിച്ചാ പറയുന്ന. വാപ്പനനുസരിക്കുന്നില്ല, ഉമ്മാനനുസരിക്കുന്നില്ല. ഓന് പറഞ്ഞാൽ ഞങ്ങളെ ചീത്ത പറയുന്നുണ്ട്. ഓൻ കാര്യം പേടിയില്ല. ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. ചില ആളുകൾ പറയുന്ന അങ്ങനെ, ചില ഉപ്പമാര് പറയുന്നുണ്ട് മക്കളെ കുറിച്ചിട്ട്, ഓൻ കാര്യം പേടിയില്ല ഉസ്താദ്, ഓ ഭയങ്കര എന്ത് വലിയ ക്രെഡിറ്റാ, മോൻ കാര്യം പേടിയില്ല. ആരെ പേടിയില്ല എന്നാ പറയുന്നുള്ളത്? സ്വന്തം ഉപ്പാനടക്കം പേടിയില്ല എന്നാണ്. അത് വല്ല ക്രെഡിറ്റ് ആയിട്ടായി ചില ഉപ്പമാര് പറയുന്നത്. എന്താണ് ഈ പേടിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ മകൻ ആരെയും പേടിച്ചില്ല എങ്കിൽ നാളെ ഈ ഉമ്മയെയും ബാപ്പയെയും ആലോചിച്ചോ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ,
ഈ ഉമ്മയെയും ബാപ്പയെയും വീട്ടിൽ നിന്ന് വലിച്ചു പുറത്തിട്ടാൽ വരെ ഈ മകനോട് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ചില മക്കളുണ്ട്, ചില ഈ നാടിലല്ല ചില നാടുകളിലൊക്കെ ഉണ്ട്, ചില മക്കളെ അടിച്ചാൽ ചില ഉസ്താദ് ശിക്ഷിച്ചാലുണ്ടല്ലോ ആ മക്കൾ അവന്റെ നൃത്തമുണ്ടല്ലോ റൗഡികളെ പോലെ ശരിയൊക്കെ കഴിച്ചിട്ട് നൃത്തം കണ്ടാണ്ടല്ല പല്ല് തച്ചിട്ട് അങ്ങനെ നൃത്താണ്. ഇവിടെ നല്ല പറഞ്ഞത് ഇല്ലാന്നല്ല പറയുന്നത്. ഏതായാലും ഈ എവിടെ നിന്ന് ശീലിച്ചു ഇത്? ഈ ഒരു ശൈലി എവിടെ നിന്നാ ശീലിച്ചത്? ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും. എന്തേ ഉമ്മ അടിക്കുമ്പോ ചെറിയ ഈർക്കിന്റെ കൂടി കൊണ്ടായിട്ട് മക്കളെ ശിക്ഷിക്കുന്നത് വലിയ ചെയ്ത തെറ്റിനനുസരിച്ചിട്ട് ശിക്ഷ കൊടുക്കണം. രക്ഷിതാക്കൾ ചെയ്ത തെറ്റിനനുസരിച്ചിട്ട് ശിക്ഷ കൊടുക്കണം. ചെറിയ ഈർക്കിന്റെ കൂടിയിട്ട് നല്ലതായിരിക്കും കഴിച്ചിട്ട് വിട്ടു, അത് കഴിഞ്ഞു, ശിക്ഷ കഴിഞ്ഞു. അവ ഈ ഉമ്മ അടിച്ചപ്പോ ഈ മകൻ എന്ത് ചെയ്തു? ഉമ്മയെ പേടിപ്പിച്ചു. ഉമ്മയ്ക്ക് നേരെ കണ്ണുരുട്ടി കാണിച്ചു. ഉമ്മ വണ്ടിയില്ല, മകനല്ലേ എന്ന് വെച്ചിട്ട് വണ്ടിയില്ല. ഈ കണ്ണുരുട്ടൽ, ഉമ്മയെ കണ്ണുരുട്ടി ഉരുട്ടിയിട്ട് ആ ശീലം എന്ത് ചെയ്തു? പഠിപ്പിക്കുന്ന ഉസ്താദിലേക്കും ആ ശീലം കടന്നു വന്നു. പഠിപ്പിക്കുന്ന ഉസ്താദുമാരിലേക്കും ആ ശീലം കടന്നു വന്നു. ഉസ്താദ് അടിച്ചാലും കണ്ണുരുട്ടാൻ തുടങ്ങി. ആരെന്ന് പഠിച്ചു? ഉമ്മയെ കണ്ണുരുട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തില്ല. ഉമ്മ അതിന് പുറമെ ശക്തമായ ശിക്ഷ ഉമ്മ കൊടുത്തില്ല, അല്ലെങ്കിൽ വാപ്പ കൊടുത്തില്ല. കൊടുക്കാത്തപ്പോൾ മകനെ ചിന്തിച്ചു, എന്നെ ശിക്ഷിച്ചാൽ ഞാൻ കണ്ണുരുട്ടിയാൽ എല്ലാവരും പേടിക്കുന്നുണ്ട്, ഞാൻ കണ്ണുരുട്ടിയാൽ എല്ലാവരും പേടിക്കും എന്ന ചിന്തയിലേക്ക് മാറി. അത് പഠിപ്പിക്കുന്ന അധ്യാപകനെയും കണ്ണുരുട്ടാൻ തുടങ്ങി. വലുതാകുമ്പോ ക്രമേണ പഠിപ്പിക്കുന്ന അധ്യാപകനെ അടിച്ചു. കണ്ടിട്ടില്ലേ നിങ്ങൾ? മിനിഞ്ഞാന്ന് വാട്സാപ്പിലൂടെ ഒരു വാർത്ത വന്നു. എന്താ വാർത്ത വന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കീശയിൽ ഹാൻസിൽ ഒരു ചെറിയൊരു ഇത്രക്കിടെ കണ്ടെടുത്തിട്ട് അരിപ്പ് കൊണ്ട് നാവില്ലെന്ന് എന്താ പറയ പൊളിയല്ല ചൈനിക അങ്ങനെ എന്തോ പേരുണ്ട്. ഇടെല്ലാം തുപ്പിനുണ്ട്. ആ തുമ്പ് നാളോട് പറയാനുണ്ട്. ഈ ഹൗദിന്റെ സൈഡും അതുപോലെ ഇടെല്ലാം വായിന്നെടുത്തിട്ട് അങ്ങനെ ഹൗദിന്റെ എടുത്തിട്ടുണ്ട്. പേരുണ്ടെങ്കിൽ പള്ളിന്റെ പുറത്തേക്ക് ചാടിക്ക് വന്നു. ഒതുകൊടുക്കുമ്പോ അത് വെള്ളം കൊണ്ടിട്ട് അത് അലിഞ്ഞാലുണ്ടല്ലോ അതിന്റെ മണം പാലിനാണ്ട് മൂക്കിലെടുത്ത് ചിലപ്പോ ബോധം കെടുത്തി പോണു. അതേ പ്രാവശ്യം കണ്ടിട്ട് ഹൗദിന്റെ സൈഡ് ഒന്നു കൊടുക്കുമ്പോ തീരിന്റെ അടുത്ത് താഴെ പോകും. ഈ നാട്ടിയപ്പോ തലമില്ലാത്ത കളിയത് പള്ളിയുടെ ഉള്ളിൽ വലിയൊരു ഹാൻസല്ലേ, വലിയൊരു ലഹരിയല്ലേ ഇത്. കണ്ടിട്ടില്ലേ? പല പ്രാവശ്യമുണ്ട്. അത് ഇവിടെ ഉണ്ടാവും. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ആ ഒരു പാക്കറ്റ് തന്നെ, ഒരു ചെറിയ പാക്കറ്റ് തന്നെ ആയിട്ടുണ്ട്. ഒരു ഇപ്പൊ ചെറിയ പിള്ളേർ മുമ്പ് സാധനങ്ങൾ കറുത്തൊരു ഇമ്മിണി അല്ല എന്തെങ്കിലും ഒരു ഇമ്മിണിതാ അമ്മണിയാ എന്തോ ഒരു സാധനം ചെറിയത് അത്രക്കുണ്ടല്ലോ ഒരു സാധനം പാക്കറ്റ് കൂട്ടുകാരൊരു പാക്കറ്റ് ആക്കിട്ടോ അതേപോലെ സാധനം ശരിയാ ഇതിന് വെക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേക്കല. നിങ്ങൾ വെച്ചൊന്നും വെച്ചില്ലെങ്കിലും എന്നെ പുറത്ത് പള്ളിക്ക് വരുമ്പോ എന്നെ പുറത്തൊന്ന് ചാടിയിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് വന്നു. നേരെ വെക്കാത്ത മനുഷ്യന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ്. ബാത്റൂമിലുണ്ടാകുന്ന പാക്കറ്റ് തന്നെ ചാടിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. മൂത്രിക്കുന്ന ക്ലോസറ്റില്ലേ അതിന് പാക്കറ്റ് തന്നെ വെച്ചിട്ട് പിന്നാലുണ്ട് ഒരു കെട്ട് അരമാർത്തിട്ട് പോയത് ഒരു കെട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അന്ന് മുതലിക്കുന്ന സ്ഥലമില്ലേ അവിടെ ഒരു കെട്ടുണ്ട്. ആലോചിച്ചാവാറ് ഒരു കെട്ട് അതിന്റെ സാധനത്തിന് ഒരു കെട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ട്. വെച്ച് ചാടിയുന്നത് ഈ വാജിക്കാരുടെ പുറത്തേക്ക് പോകുന്നോ വെച്ച് ചാടിയുന്നത് അങ്ങോട്ടേക്ക് വെച്ചത്. എന്ത് പള്ളിന്റെ അകത്തേക്ക് എന്തിനാ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്നത്? ലഹരി ചെയ്ത് വെച്ചിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ വാസന അടിച്ചിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ബോധങ്ങളായിട്ട് ഗുണവും അങ്ങനത്തെ മാറ്റം. മക്കളോട് അടുത്ത് നിൽക്കുന്നുണ്ട്, മക്കൾക്ക് ഈ വാസന കാണുന്നുണ്ട്. എന്ത് വെച്ചാലും വെച്ചില്ലെങ്കിലും നിങ്ങൾ പള്ളിന്റെ അകത്തേക്ക് ആ സാധനം അകത്ത് കൊണ്ടുവന്നിട്ട് തുപ്പരുത്. പള്ളിയിൽ തുപ്പുന്നതിന് തുല്യമാണ്. അത് വലിയ അദബുകേടാണ്. പള്ളിയോട് കാണിക്കുന്ന വലിയ ഒരു അനാദരവായി പോകും. അല്ലാഹു തആല നമ്മളെ ഇതുപോലെയുള്ള ലഹരിയിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായാലും 10ാം ക്ലാസ് വിദ്യാർത്ഥി കീശയിൽ മദ്രസയിൽ വന്നപ്പോ പോക്കറ്റ് കീശയിൽ എന്തോ ഉസ്താദ് ആരുടെയോ ബാഗിൽ എന്തോ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തതാണ്. ബാഗുകൾ കീശകളൊക്കെ ചെക്ക് ചെയ്തു.
ചെക്ക് ചെയ്തപ്പോ ഗൗരവത്തിലെടുക്കണം ഇത്. കീശ ചെക്ക് ചെയ്തപ്പോ കുട്ടിയുടെ കീശയിൽ നിന്ന് വലിയ നീളത്തിലുള്ള പാക്കറ്റ് പാൻപരാഗിന്റെ പാക്കറ്റ് 10ഓളം പാക്കറ്റ് മടക്കിയിട്ട് കീശയിട്ട്. ഈ കിട്ടിയപ്പോ ഉസ്താദ് എന്ത് ചെയ്തു? കിട്ടിയ ആ ചൂടിൽ, ഉസ്താദാണല്ലോ, ശിക്ഷിക്കാനുള്ള അവകാശം ഉസ്താദിനുണ്ട്. ഈ സമയത്ത് ഈ കുട്ടിയെ മദ്രസയിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്ത് നിർത്തിയിട്ട് ഒരു അടി കൊടുത്തിട്ട് മദ്രസയിൽ നിന്ന് പുറത്ത് നിർത്തി. വാപ്പാനെ വിളിച്ചുകൊണ്ട് വരണം, വാപ്പായെ കൂട്ടിയിട്ടേ കൊണ്ടുവന്ന് മദ്രസയിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പുറത്താക്കി. 2 മിനിറ്റ് കുട്ടിയിരുന്നു. ഉസ്താദ് കസാരയിൽ ഇരുന്നിട്ടുണ്ട്. പുറത്തുണ്ടായിരുന്ന പഴയ ഒരു മരത്തിന്റെ കഷണം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ തലക്കടിച്ചു. ഞാൻ വാട്സപ്പിൽ ഇട്ടതാണ്. പുറത്തുനിന്ന് ഒരു മരത്തിന്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ തലക്ക് അടിച്ചു. ആലോചിച്ചു. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതെവിടെ എത്തി? ഇതെവിടെ നിന്ന് പഠിച്ചു? ഇത് ചിന്തിക്കാനാ ഉമ്മമാരോടും എന്റെ പാപ്പമാരോടും ഞാൻ പറയുന്നത്. മക്കൾ എവിടെ നിന്ന് പഠിച്ചു ഇത്? നാം അടിക്കുമ്പോ, എന്തെങ്കിലും ഒരു ശിക്ഷ ചെയ്തതിന്റെ പേരിൽ മക്കളെ നമ്മൾ അടിക്കുമ്പോ, ആ മകൻ നമ്മളെ കണ്ണുരുട്ടിയാൽ ആ മകൻ മേലാൽ പിന്നെ കണ്ണുരുട്ടാൻ പാടില്ല. ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ മകൻ കണ്ണുരുട്ടരുത്. ആ മകനെ ആ രൂപത്തിലേക്ക് ആക്കി ശീലിപ്പിച്ചെടുക്കണം. എന്നാ പിന്നെ ഉസ്താദിന്റെ മുമ്പിൽ കണ്ണുരുട്ടൂല, ഉസ്താദിന്റെ മുമ്പിൽ പിന്നെ കണ്ണുരുട്ടൂല, നാട്ടുകാരുടെ മുമ്പിൽ കണ്ണുരുട്ടൂല. പല ആളുകളും മുതിർന്നവർ എന്തെങ്കിലും ഒരു വിഷയം അതോടുകൂടെ മക്കൾ ചെയ്യുന്ന കുരുത്തക്കേടിനെ കുറിച്ച് നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ മക്കൾ എന്ത് ചെയ്യും? കൂടുതൽ ചെയ്യും. എന്തേ? അഹങ്കാരാണ്. ഈ കുട്ടികൾ ഇയാളാണ് പറയാൻ ഞാൻ എന്ത് ചെയ്യുന്ന രൂപത്തിലേക്ക് കൂടുതലായിട്ട് ചെയ്യുന്ന സ്വഭാവം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്ന് ചിന്തിക്കണം. ഇതൊക്കെ ഉമ്മമാർ ഓരോ മക്കളെയും, ഇനി ഉണ്ടോ എന്റെ മോനില്ല എന്നൊന്നും പറയണ്ട. എല്ലാ മക്കളോടും വിഷയങ്ങൾ പറയണം. നിർബന്ധമായും ഉമ്മമാര് എല്ലാ മക്കളോടും, അത് ഉള്ളവരാവട്ടെ ഇല്ലാത്തവരോട് പറഞ്ഞാലോ ആ മക്കള് വീണ്ടും നല്ല മക്കളായി തീരും. ഉള്ളവരോ അത് മാറ്റിയെടുക്കും. ഇവിടെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല മക്കളാണ്. പക്ഷേ നമ്മളൊന്നും പറയണം. രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് പറയണം. മുതിർന്നവരെ കണ്ടാൽ നല്ല ബഹുമാനിക്കണം. മുതിർന്നവർ പറയുന്നത് നല്ല അനുസരിക്കണം. ഉസ്താദുമാരെ നല്ല ബഹുമാനിക്കണം, ആദരവ് വെക്കണം. ഉസ്താദുമാരെ ശിക്ഷിച്ചതിന്റെ ശിക്ഷ അത് എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ ആ ശിക്ഷ നീ വാങ്ങണം എന്ന് പറയണം. ഉസ്താദുമാരെ നീ പേടിപ്പിക്കുന്നതും അതവില്ലാത്ത സംസാരിക്കുന്നതും ഉസ്താദുമാരോട് എതിർ സംസാരിക്കുന്നതും മാതാപിതാക്കളോട് എതിർ സംസാരിക്കുന്നതൊക്കെ മോനെ വലിയ പൊരുത്തക്കേടിന്റെ കാരണമായി തീരും മോനെ എന്ന് ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. ഉസ്താദുമാരുടെ പൊരുത്തക്കേട്, മാതാപിതാക്കളുടെ പൊരുത്തക്കേടൊക്കെ വലിയ വിഷയമാണ്. ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടാവാൻ കാരണമായി തീരുന്നുണ്ട്. വലിയ പരാജയം ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. വലിയ ആപത്തുകൾക്ക് അത് കാരണമാകുന്നുണ്ട്. അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ. അതറുള്ള മക്കളാക്കണം റഹ്മാനെ. ദീനി ബോധമുള്ള മക്കളാക്കി തരണം റഹ്മാനെ. ഇറച്ചി അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത മാസം മൊത്തം ചോറും കറിയും എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് നീ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. വലിയ റാഹത്തിലാക്കണം റഹ്മാനെ. സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾ എല്ലാം നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. രോഗത്തിന് ശിഫായ് കൊടുക്കണം റഹ്മാനെ. അല്ലാഹു ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണം റഹ്മാനെ. ജോലിയിൽ കച്ചവടത്തിലൊക്കെ നീ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. എന്താ പൈനാപ്പിൾ ഉണ്ട്, നല്ല പൈനാപ്പിൾ അല്ലേ? കോട്ടാ വേറെ പിടിക്കാലോ. ഇതാ പോത്തിന് ഇതാ നല്ല പോത്തിനുണ്ട്, നല്ല മധുരം ഉണ്ടാകുന്ന തോന്നുന്നു കാണുന്നില്ല. ഇതിൽ 2 ഗുണമുണ്ട്, തൈയും ഉണ്ട് പൈനാപ്പിളും ഉണ്ട്. ഇത് അതിനെ പോയിട്ട് മുറിച്ച് നട്ടാൽ ഒരു തയ്യോ 100 റുപ്യ 100 റുപ്യ 100 400 തേരം കൂടി 100 110 പൈനാപ്പിൾ 110 110
110 130 മാഷാ അല്ലാഹു ബർക്കത്ത് 130 വിടണ്ട വൈകോളി 130 150 വേണ്ട 30 ഇല്ല വേണം 150 160 നല്ല ബർക്കത്തുള്ളതാണ്. അല്ലാഹു തആല എല്ലാ രോഗത്തിനും ശിഫയുള്ള മരുന്നാക്കി അല്ലാഹു മാറ്റട്ടെ. 160 ജനവർഷത്തിന് നല്ലത് 160 200 അൽഹംദുലില്ലാ 200 210 ഇവിടെ 210 210 ഒന്ന് 250 250 260 ഒന്ന് 270 270 മുന്നൂറാ 250 250 അവസാനമാണ് 250 300 അല്ലാഹു അക്ബർ 300 313 അതാ നല്ലൊരു എണ്ണവും ബദരീങ്ങളുടെ എണ്ണം അല്ലാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇത് കഴിക്കുന്നവരുടെ എല്ലാവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. 313 ഒന്ന് 350 ഒന്ന് 400 അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് 400 ഒന്ന് 410 നവീനൊക്കെ വേണം അല്ല എടുത്താണ് വരികണ്ട മേങ്ങ 410 410 ഒന്ന് 420 430 ഒന്ന് 50 500 അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് 500 അല്ലാഹുവേ നീ വലിയ ശിഫാഉള്ള മരുന്നാക്കി മാറ്റണേ റഹ്മാൻ 500 ഒന്ന് 500 ഒന്ന് 500 രണ്ട് മജീദ് അല്ലേ 500 മൂന്ന് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് വലിയ ബർക്കത്തുള്ള മരുന്നാക്കി നീ മാറ്റണം റഹ്മാനെ എല്ലാ രോഗത്തിനും നീ ശിഫാ നൽകണേ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തലക്കരി കൂടി എന്റെ ഇല്യാസ് എന്ന് പറയുന്നവരാണ്. അല്ലാഹു അവന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. വാങ്ങിയ ആൾക്ക് അല്ലാഹു തആല വലിയ രോഗത്തിന് ശിഫാ ഉള്ള മരുന്നാക്കി അല്ലാഹു മാറ്റട്ടെ. ഓരോന്ന് വിളിക്കണം, എന്റെ ഒറ്റയ്ക്ക് വിളിക്കണം. ഓരോന്ന് വിളിക്കണം, അത് വൈകിട്ടാവുമല്ലോ ഇത്. രണ്ട് വിളിക്കാം. അതിന്റെ ബിസ്മില്ലാ രണ്ട് എന്നിട്ടില്ലേ നിങ്ങൾ സിതപ്പ ചെത്തുപൊളിയാ ചെത്തുന്ന പൊളിയാ ഇതാ രണ്ട് ചെത്തുപൊളി ചെത്തുപൊളി 50 ഇതാ പൊളി 50 വേണ്ടേ 50 ഒന്ന് 52 53 ഇതാ നല്ല ഇതെന്ത് പറയുന്നോ ഇതാ ഇവിടെ രണ്ട് ഇതിന്റെ ബർഗ പേരുണ്ട്. ഏതാണ്ട് ഏതൊരു പഴം ഇതാ നല്ല പഴാണ്, നല്ല ടേസ്റ്റ് ഉള്ള സാധനം. അതാ ഇലയോട് കൂടെ കൊടുത്തില്ല ഇപ്പൊ തന്നെ കുറച്ചേതാ കണ്ട അത് പോയതാ. പറഞ്ഞോളി 50 50 50
50. ആ 100. അല്ലാഹു അക്ബർ. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല ശിഫാഉള്ള വലിയ മരുന്നാക്കി അല്ലാഹു മാറ്റണം. 100. ആ 100. 100. 100. 101. 102. 103. ആ ഇതാ ഇതാ അതിന്റെ പേരലക്കായ അല്ലേ? ആ പേരല നല്ല കവറോടെ തന്നെ ഉണ്ട്. ഇതാ കുപ്പായെല്ലാം ഉണ്ട് ഇത്. ആ 50. ആ സുലൈമാനാക്ക 50. ആ 50. 60. 60. ഇതെന്താ തക്കാളിയാ? 60. 60. 61. പറയും 61. 60. 2. 63. ഇതാ 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 തക്കാളി അല്ലേ? എന്തോ പേരുണ്ടല്ലേ ഇത്? ടമാട്ടല്ലേ ഇത്? എന്ത് പേര്? റുക്മാനൊന്നുമല്ല. ആസീം എന്തോ ചെറുതാണ്. എന്ത് പേര്? ആസീമിന് 50. 50. 50. എന്തോ ഡബിൾ എന്തോ ഡബിൾ സ്റ്റോങ് ഉണ്ടല്ലോ. ഇതാ നല്ല സാധനം ഇത്. തടിക്ക് നല്ല പറ്റിയ സാധനമാണ്. 50 രൂപ. 51. എത്ര രൂപ? 51. 55. 55. 60. അല്ലാഹു അക്ബർ. ഇതെന്ത് അറിയണോന്ന് മൈക്കോളി. 60. ഇതെന്താണ് സാധനം ഇപ്പൊ അറിയണ്ടേ? 60 മുറിച്ചിട്ടിടുന്ന കൊടുക്കല്ലോ. 60. 70. അല്ലാഹു അക്ബർ. 70. 80. 90. മജീദൊന്നും എനിക്ക് കിട്ടാ. 90. 100. 101. 150. അല്ലാഹു അക്ബർ. 150. 150. 150. ആരാ നിങ്ങൾ പൈസ ഉണ്ട? നിങ്ങളാണ് വിളിക്കാൻ പറഞ്ഞേ? 150. 160. 160. 200. അല്ലാഹു അക്ബർ. 200. 201. ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടുവന്ന് 201. 201. 201. 220. 220. 225. 25. പോലെ വിളിക്ക് 225. 230. 300. 300. 300. അഴകി 300 പോരാ. 313. 313. അതാ പോയില്ലേ? 313. 313. മതിയാ? 313. 1. 313. 2. 313. 3. ടൊമാറ്റോ അല്ല അനുഭവിക്കണ്ടല്ലോ. നല്ല ഫ്രൂട്ട്. വിളിച്ചവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സന്തോഷം നൽകട്ടെ. അതാ കോഴി ഉണ്ട്. നോക്കട്ടെ. ഞാൻ ചാക്ക് നടുക്കി നല്ല സാധന വലിയ കോഴിയതാ. അതെന്ത് സാധനത്തിന്റെ രസിയ? 100 രൂപ. 100 രൂപ അടയ്ക്ക. 100 രൂപ. 110. 110. ഞാൻ അടിച്ചു 110. 110. 110 രൂപ. അതാ 200 അല്ല 2000. 200. 200. 200. 210. 210. 210. 210. 1. ഒരു 10. 2. 210. 3. ഞാൻ കളിച്ച വേറെന്തണ്ട്? വേറെന്തല്ലേ? ഒരു പെണ്ണുങ്ങൾ തടിക്ക് ആഫിയത്ത് കിട്ടാൻ വേണ്ടി 500.
പിന്നൊരു പെണ്ണുങ്ങൾ 313, പിന്നൊരു പെണ്ണുങ്ങൾ 111, 146 രൂപ ഒരു വ്യക്തി തന്നിട്ടുണ്ട് ഒരാള്. അഷ്റഫ് ബദ്രിയ സ്റ്റോർ 5 kg, റസാഖ് ബദ്രിയ ഗ്രൗണ്ട് 5 kg, ഫാറൂഖ് ബദ്രിയ ഗ്രൗണ്ട് 5 kg, ഉമർ കൺസർഗോടി 5 kg, ഹാരിസ് വട്ടഗോടി 5 kg, ജുനൈദ് ബദ്രിയ ഗ്രൗണ്ട് 5 kg, ഹംസ കാരടുക്ക് 5 kg, ഉദയ് 5 kg, ബസീർ മാണി 5 kg, മൂസ 5 kg. ഹംസ അല്ലേ? ചോറും കറിയും എല്ലാം, ചോറും കറിയും എല്ലാം വലിയ കെട്ടുണ്ട് അടുത്ത മാസം. അല്ല 10 പള്ളിയും വേണ്ടാവോ ഈ മാസം കുറഞ്ഞാവത്തല്? വാങ്ങല കൊണ്ടുവരണം. 10 വരുന്ന കൊണ്ടുവരുന്ന ദിവസം നല്ല വാങ്ങല 10 കൊണ്ടുവരണം. അള്ളാഹു വർക്കത്തിലാകട്ടെ, വലിയ സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി സന്തോഷിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ആരാ? ഇയാളല്ലേ? പേര് മറന്നു. നമ്മളെ മോണിച്ചന്റെ മോന്റെ പോരൻ അല്ലേ? അത് മാലിമോനല്ലേ? മോളെ കിട്ടിയത് അള്ളാഹു വർക്കത്തിലാകട്ടെ. പോര കെട്ടുന്നുണ്ട്. പോര അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. ഇതാ പഞ്ചാര 50 രൂപ, 50 രൂപ. ഇതാ നല്ല കിലോ പഞ്ചാര ഉണ്ട്. 50 രൂപ. 50 രൂപ. 100 രൂപ. ആരില്ലേ? 55. 55 വേണ്ടില്ലേ? 60. 60. ഷുഗർ ഇല്ലാത്ത പഞ്ചാര 100 രൂപ. 100 രൂപ. ഷുഗർ ഇല്ലാതെ 100 രൂപ. 100. 101. 102. 103. ആയില്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഒരുപാട് ആള് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട്, ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ഉദ്ദേശിച്ചവർ, അതുപോലെ വയറിൽ ചെറിയൊരു പുണ്ണ് ബാധിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഇതുപോലെയുള്ള എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ മാലിക്കുൽ മുലൂക്കായ റഹ്മാനെ, പാവങ്ങളാണ്, പാപികളാണ്, ദോഷികളാണ് അല്ലാഹ്. അറിയാതെയും അറിഞ്ഞും ഒരുപാട് തെറ്റുകൾ, ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹ് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാപങ്ങളും പാപക്കറകളും പടച്ചവനെ നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. ആരോഗ്യം തരണേ റഹ്മാനെ. അല്ലാഹ് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ ദുനിയാവിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. ആരുടെ മുമ്പിലും തലകുനിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹ് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്തവരുണ്ട്, ലേലം പിടിച്ചവരുണ്ട്. അല്ലാഹ് അതൊക്കെ നിന്റെ വജ്ഹ് കരുതിയിട്ടാണ്. നിന്റെ മുത്തുനബിന്റെ കാവൽ അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാഹ്. അവർ കഴിക്കുന്ന ആ സാധനങ്ങൾക്ക് വലിയ ശിഫാ നീ കരസ്ഥമാക്കണേ അല്ലാഹ്. വലിയ മരുന്നാക്കി മാറ്റണേ അല്ലാഹ്. വലിയ അനുഗ്രഹങ്ങൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ ജോലിയിൽ, കച്ചവടത്തിൽ, ഭാര്യ മക്കളിൽ, ബിസിനസ്സിൽ, കച്ചവടത്തിൽ, അതുപോലെ വാഹനത്തിൽ, സർവ്വ ഏർപ്പാടുകൾ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ തുടങ്ങിയ കടകൾ, അതുപോലെ സംരംഭങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാം വലിയ വിജയത്തിലാക്കണേ അല്ലാഹ്. വലിയ വിജയത്തിലാക്കണേ അല്ലാഹ്. വലിയ വിജയത്തിലാക്കണേ അല്ലാഹ്. വലിയ സന്തോഷം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്.
ഖൈറിന്റെ വാതിൽ ചൊരിഞ്ഞു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ റഹ്മാനെ. എവിടെയും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, സൈലന്റ് അറ്റാക്കുകൾ അല്ലാഹ് ഞങ്ങളെ കാക്കണേ റബ്ബേ. ക്യാൻസർ, എയ്ഡ്സ്, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെ കുട്ടുകുടുംബങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട്, ഓപ്പറേഷന്റെ വിധേയമാക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹ്, ഔറത്ത് വെളിവാകുന്ന രോഗങ്ങളെ തൊട്ട് പടച്ചവനെ, മറ്റുള്ളവന്റെ മുമ്പിൽ ഔറത്ത് വെളിവാക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ബന്ധുഭർത്താദികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുമായി സഹകരിച്ചവർ ആരൊക്കെ ഹോസ്പിറ്റലുകളിലുണ്ടോ അല്ലാഹുവേ, ആരൊക്കെ രോഗം ബാധിച്ച് കിടക്കുന്നവരുണ്ടോ റബ്ബേ, നീ പൂർണ്ണമായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഈ സമയം വരെ ഇവിടെ ഇരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ അല്ലാഹ്, വിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളായി നല്ല ബയാന് കേൾക്കാൻ വേണ്ടി വന്നവരാണ് പടച്ചവനെ. ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, രോഗത്തിന് പൂർണ്ണമായ ആജിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, നല്ല ദീനീ ബോധമുള്ള, നല്ല നിസ്കാരത്തോട് മറ്റുള്ള കാര്യങ്ങളോട് നല്ല ബോധമുള്ള നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹ്, ഒരു കുടുക്കിലും ഒരു വിഷമത്തിലും ഒരു പ്രയാസത്തിലും ഒരു ബുദ്ധിമുട്ടിലും കൊടുത്തല്ല റഹ്മാനെ, ഒരു അപകടത്തിലും കൊടുത്തല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെ കാക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. അല്ലാഹ്, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. കാലുവേദനകൾ, മുട്ടുവേദനകൾ അല്ലാഹ് എല്ലാം നീ മാറ്റണേ റഹ്മാനെ. പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഡിസ്കിന്റെ പ്രശ്നമുള്ളവരുണ്ട്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വയറുവേദനയുള്ളവരുണ്ട്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരികളെല്ലാവരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളെ മക്കളെ തന്ന മക്കളെ നീ ദീനിന്റെ ഹാദിമീങ്ങളാക്കി, ഹാഫിദീങ്ങളാക്കി, ആലിമീങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾക്ക് തന്ന സമ്പത്തുകൾ, ഞങ്ങൾക്ക് തന്ന ഓരോ സ്ഥലങ്ങളും ഓരോ കാര്യങ്ങളും അല്ലാഹ് വലിയ ബറക്കത്തിലാക്കണേ അല്ലാഹ്. വലിയ ബറക്കത്തിലാക്കണേ അല്ലാഹ്. വലിയ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ അല്ലാഹ് മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി ഇറക്കുന്ന ഒരു അവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കോ ആർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹ്, നീ തന്ന അനുഗ്രഹം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. യാചിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. അല്ലാഹ്, ദാരിദ്ര്യം ഞങ്ങൾക്ക് പരീക്ഷണമായി തന്നാൽ ശിക്ഷയായി നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ല റഹ്മാനെ. ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ, പ്രമാണികളുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് യാചിക്കുന്ന ഒരവസ്ഥ അല്ലാഹ് നീ നൽകല്ല റഹ്മാനെ. ഞങ്ങൾക്ക് തന്ന സമ്പത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന യാമത്ത് നീ അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന യാമത്ത് നീ അധികരിപ്പിച്ചു തരുന്നതല്ലാതെ അതിലൊരു കുറവും തന്നേക്കല്ല റഹ്മാനെ. ദീനിന് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി കൊടുക്കാനുള്ള മനസ്സും അതിനുള്ള സമ്പത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഹലാലായത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഹറാമിന്റെ ഒരു ശൈലി പോലും ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളുടെയോ ശരീരത്തിലേക്ക് നൽകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പലിശയിൽ നിന്ന്, വേങ്കടപണ ആടുകളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹ്, ആര് കൈവിട്ടാൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടല്ല റഹ്മാനെ. അല്ലാഹ്, നീ കൈവിടല്ലേ അല്ലാഹ്. ഞങ്ങളെ കൈയൊഴിയല്ല റഹ്മാനെ. നിന്റെ മുമ്പിലാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്, നിന്നോടാണ് ഞങ്ങൾ കൈനീട്ടി ഇറന്നിട്ടുള്ളത്, നിന്നോടാണ് ഞങ്ങൾ യാചിച്ചിട്ടുള്ളത്, നിന്റെ മുമ്പിലാണ് ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നിന്നോടാണ് ഞങ്ങൾ അർപ്പിച്ചിട്ടുള്ളത്. റബ്ബേ, നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാർ അല്ലാഹ് ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ നീ സഹായിക്കണേ റബ്ബേ. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, ഒരുപാട് തടി കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ട് പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നവർ അല്ലാഹ്, നീ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മാസം ഭക്ഷണം ഏറ്റെടുത്തവർ, സ്വലാത്തിന്റെ ഭക്ഷണം ഏറ്റെടുത്തവർ
ഏറ്റെടുത്തവർ, അതുപോലെ അടുത്ത മാസം തരാമെന്ന് ഏറ്റെടുത്തവർ, അല്ലാഹ് അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. 10 ചുട്ടുകൊണ്ടുവന്ന് സഹായിച്ച ഉമ്മമാർ, അല്ലാഹ് ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. നമസ്കരിക്കാൻ താഴെ പുറത്ത് നിസ്കരിച്ചിട്ട് പോയാൽ മതി. ഓതോടുത്തിട്ട് ഇവിടെ നിസ്കരിച്ചിട്ട് പോയിക്കോ. നിസ്കരിക്കാതെ ഒറ്റൊന്നും പോകരുത്.